കഥ തുടരുന്നു. നിമിഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമുണ്ടെന്ന് അശ്വതിക്ക് തോന്നി. വീഡിയോ ക്യാമറകൾ ഉറപ്പിച്ചിരിക്കുന്ന ആ റൂമിലൂടെ അസ്വസ്ഥയായി അവൾ അങ്ങിങ്ങും നടന്നു. കയ്യിൽ സൈലൻസർ ഘടിപ്പിച്ച റിവോൾവർ ഇരിപ്പുണ്ട്. വാതിൽ തുറക്കപ്പെടുന്ന നിമിഷത്തിൽ ശത്രുവിൻ്റെ നേരെ വെടിയുണ്ട പായിക്കുക അവൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. താൻ വൈകുന്തോറും മോഹൻ്റെ ജീവന് അപകടമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഈ നേരത്ത് ഹണി അരിമാവോ കിടക്കയിൽ ഒരു ഭ്രാന്തിയെപ്പോലെ കിടന്നുരുണ്ടു. മോഹനെ രക്ഷിക്കുന്നതെങ്ങനെ? അതുമാത്രമായിരുന്നു അവളുടെ ചിന്ത. തൻ്റെ ജീവൻ പോയാലും അയാളെ രക്ഷിക്കാമെന്ന് താൻ വാക്കു കൊടുത്തതാണ്. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ അവൾ തൻ്റെ മേശവലിപ്പിൽ നിന്നും ഒരു കടാര എടുത്തു. പോപ്സൺ അരിമാവയുടെ ഓഫീസ് റൂമിലെ ഫോൺ ശബ്ദിച്ചു. റിവോൾവിംഗ് ചെയറിൽ കറങ്ങിത്തിരിഞ്ഞ അയാൾ റിസീവർ എടുത്തു. 2 മിനിറ്റ് നേരത്തോളം സംസാരിച്ചു കഴിഞ്ഞിട്ട് അയാൾ ബെല്ലമർത്തി. പീറ്റർ മസ്ക്രാൻ മുറിയിലേക്ക് വന്നു. അലിമാവോ അയാളോട് എന്തൊക്കെയോ പറഞ്ഞു. ഉടനെ തന്നെ ആ വാർത്ത ജോൺസനെ അറിയിച്ചു. ചില നിമിഷങ്ങൾക്കുള്ളിൽ പോപ്സൺ അലിമാവോയും ജോൺസണും ഒരു വാഹനത്തിൽ ഹോട്ടൽ ഹനുമായിലേക്ക് പോയി. അപ്പോഴും പീറ്റർ മസ്ക്രാന് ഒരു കാര്യം വ്യക്തമായില്ല. പോപ്സൺ അലിമാവോയും പുലികളും തമ്മിലുള്ള ബന്ധം എന്തിന്? ശ്രീലങ്കയിൽ നിന്നും പുലികളുടെ നേതാവ് ഇപ്പോൾ ഗോവയിൽ എത്തിയിരിക്കുന്നത് എന്തിന്? ഹോട്ടൽ ഹനുമായിൽ എത്തിയിരിക്കുന്ന പുലികളുടെ നേതാവിനെ കാണുവാനാണ് പോപ്സൺ അലിമാവോയും ജോൺസണും പോയിരിക്കുന്നത്. തനിക്ക് അജ്ഞാതമായത് പലതും ഈ അധോലോകത്തുണ്ടെന്ന് പീറ്റർ മസ്ക്രാന് ആദ്യം തോന്നുകയായിരുന്നു. തൻ്റെ കണക്കുകൂട്ടലുകൾ പാളുകയാണോ? ഒരിക്കൽ ഗോവൻ അധോലോക ചക്രവർത്തിയായി താൻ വിലസുന്നത് സ്വപ്നം കണ്ടിരുന്നവനാണ് മസ്ക്രാൻ. തൻ്റെ ഭാര്യയായി ഹണി അലിമാവോ. പോപ്സണും ജോൺസണുമൊക്കെ അന്ന് ഈ ഭൂമുഖത്ത് കാണുകയില്ലെന്നും അയാൾ കണക്കുകൂട്ടിയിരുന്നു. വിവിധ വിചാരങ്ങളോടെ അയാൾ മോഹനെ കിടത്തിയിരുന്ന റൂമിലേക്ക് നടന്നു. പീറ്റർ മസ്ക്രാൻ കടന്നു ചെല്ലുമ്പോൾ മോഹൻ ചലിക്കുക പോലും ചെയ്യാതെ കിടക്കുകയായിരുന്നു. അയാളെ ഒരു ഇരുമ്പ് മേശയിൽ മലർത്തിക്കിടത്തി ബന്ധിച്ചിരിക്കുന്നു. മസ്ക്രാൻ വെളുക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ മുളകുപൊടി പ്രയോഗത്തിൻ്റെ സുഖമൊക്കെ മാറിയോടോ കൊച്ചനെ? വളരെ പ്രായമുള്ള ഒരാളെപ്പോലെ മസ്ക്രാൻ തിരക്കി. മോഹൻ കോപത്തോടെ പല്ലു കളിച്ചു. നീ കോപിച്ചതുകൊണ്ടൊന്നും പ്രയോജനമില്ലടാ. മുളകുപൊടി പ്രയോഗം എൻ്റെ മാസ്റ്റർ പീസായിപ്പോയി. ഇവിടെ കൊണ്ടുവരുന്നവരെയൊക്കെ ബൊക്കയ്ക്ക് പകരം മുളകുപൊടി കൊണ്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്. മസ്ക്രാൻ, വളരെ ബുദ്ധിമുട്ടി മോഹൻ വിളിച്ചു. നിന്റെ അന്ത്യം അടുത്തെന്ന് കരുതിക്കോടാ. ആ, നിനക്ക് ജോത്സ്യം അറിയാമായിരുന്നോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിപ്പിക്കാമായിരുന്നു. ഗോവയിൽ ജോത്സ്യന്മാർക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ. മസ്ക്രാൻ താടി ചൊറിഞ്ഞു. ഈ നേരത്ത് 4-5 പേർ മുറിയിലെത്തി. ഞങ്ങൾ നിന്റെ ഒരു കണ്ണെടുക്കാൻ പോവുകയാണ്. നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ? അങ്ങനെ സംഭവിക്കാൻ പോവുകയാണെന്ന് മോഹനും ഉറപ്പായി. എടാ, ആകുന്നത്ര ശക്തിയിൽ മോഹൻ പിടഞ്ഞു നോക്കി. കഴിഞ്ഞില്ല. കെട്ടുകൾ ശരീരത്തിൽ ഒന്നുകൂടി മുറുകിയതുപോലെ. 10 മിനിറ്റുകൾക്ക് ശേഷം ആ മുറിയിൽ നിന്നും അത്യുഗ്രമായ ഒരു അലർച്ച കേട്ട് ഹണി അലിമാവോ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. മോഹൻ്റെ ഒരു കണ്ണ് നഷ്ടമായതാണ് അതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. മറിച്ച് അവർ അയാളെ കൊന്നതാകാമെന്നായിരുന്നു അവളുടെ വിശ്വാസം. അടഞ്ഞ മുറിക്കുള്ളിലായിരുന്നെങ്കിലും അശ്വതിയും ഈ വിലാപം അവ്യക്തമായി കേട്ടു. ഹൃദയം പറിച്ചെടുക്കുന്ന നിലവിളി. അത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റേതാണെന്ന് അവൾക്ക് തോന്നി. അതോടെ വാതിൽ തുറക്കുന്നതുവരെ കാത്തു നിൽക്കുവാനുള്ള അവളുടെ ക്ഷമ നശിച്ചു. പെട്ടെന്ന് തന്നെ തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു യന്ത്രത്തോക്കിൻ്റെ ഭാഗങ്ങളെടുത്ത് അവൾ സെറ്റ് ചെയ്തു. കയ്യിലിരുന്ന സൈലൻസർ ഘടിപ്പിച്ച റിവോൾവർ കീശയിൽ തിരുകി സഞ്ചി പുറത്തു ബന്ധിച്ചു. യന്ത്രത്തോക്കുമായി അവൾ വാതിലിലേക്ക് നീങ്ങി. പൂട്ടിൽ അതിൻ്റെ ബാരൽ ചേർത്ത് വെച്ചു. തുടരെ ട്രിഗർ അമർത്തി. വാതിലിൻ്റെ ഒരു ഭാഗവും പുട്ടും ഒപ്പം ചിതറിപ്പോയി. തുറന്ന വാതിലിലൂടെ കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ അവൾ പുറത്തേക്ക് ഓടി. വെടിശബ്ദം കേട്ട് പാഞ്ഞെത്തിയ പോപ്സൺ അലിമാവയുടെ കിങ്കരന്മാരെ നിർദ്ദയം വെടിവെച്ച് വീഴ്ത്തി. താഴേക്കുള്ള കോണിപ്പടികൾ ഓടിയിറങ്ങി വരവേ മുന്നിൽ അവൾ ഹണി അലിമാവയെ കണ്ടു. അശ്വതിയുടെ അഭാവം കണ്ട് ഹണി നിലവിളിച്ചു പോയി. മോഹൻ എവിടെ? അവളുടെ നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അശ്വതി ആക്രോശിച്ചു. എൻ്റെ പിന്നാലെ വരൂ, ഞാൻ കാട്ടിത്തരാം. ഹണി മുന്നിലും അശ്വതി പിന്നിലുമായി ഇടതുഭാഗത്തെ മുറികൾ താണ്ടി മുന്നോട്ട് പോയി. തന്നെ ചതിക്കുവാനാണോ ഇവളുടെ ഉദ്ദേശമെന്ന് അശ്വതി ചിന്തിക്കാതിരുന്നില്ല. അലിമാവയുടെ മകൾ തങ്ങൾക്ക് സഹായിയാകുമെന്ന് അശ്വതി വിശ്വസിക്കുന്നത് എങ്ങനെ? ഒരു മുറിയുടെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അവൾ പറഞ്ഞു. നോക്കൂ. അവളുടെ നട്ടലിനുള്ളിൽ ഒരു തരിപ്പ്. വാതിൽ തുറക്കുന്നത് കേട്ട് പീറ്റർ മസ്ക്രാനും മറ്റും തിരിഞ്ഞപ്പോൾ അശ്വതി ഒരു കാട്ടുപന്നിയെപ്പോലെ അകത്തേക്ക് കുതിച്ചു ചാടി. തറയിൽ കാൽ കുത്തുന്നതിന് മുമ്പ് തോക്കിൽ നിന്ന് തീയുണ്ടകൾ ചിതറി. അവൾ തറയിൽ നിന്നപ്പോൾ 2 പേർ മുന്നിൽ കിടന്നു പിടഞ്ഞു. പീറ്റർ മസ്ക്രാൻ ഒരു നിമിഷത്തിൻ്റെ 10-1 സമയം കൊണ്ട് തറയിൽ വീണുരുണ്ടു. ഒപ്പം ചാടിയനിട്ട് ഒരു കുതിപ്പ്. അപ്പുറത്തെ വാതിലൂടെ അയാൾ മറഞ്ഞു. ഇരുമ്പ് മേശയിൽ കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവനെ അശ്വതി ഒരു നിമിഷം കണ്ടു. മോഹൻ! ദുഃഖവും കോപവും ഒക്കെ ഒന്നിച്ചുണ്ടായി അവൾക്ക്. ബാക്കി അവശേഷിച്ച ശത്രുക്കളെ കൂടി അവൾ നിർദ്ദയം വെടിവെച്ച് വീഴ്ത്തിയിട്ട് മേശയ്ക്കരികിൽ ചെന്നു. മോഹന് ബോധമുണ്ടായിരുന്നില്ല. അയാളുടെ മുഖം നിറയെ ചോരയായിരുന്നു. വലത് കണ്ണിൻ്റെ ഭാഗത്ത് ഒരു കുഴി പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവിടെ ചോര തുടിച്ചു നിൽക്കുന്നു. മോഹൻ! അശ്വതിയുടെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. തൊട്ടടുത്ത് ഒരു ജാറിൽ ഏതോ ദ്രാവകത്തിനുള്ളിൽ കിടക്കുന്ന കണ്ണ് അശ്വതിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കണ്ണ്. അവൾ ഹണിയെ നോക്കി. രക്തമയമില്ലാതെ നിൽക്കുകയായിരുന്നു ഹണി. എത്ര അടക്കി നിർത്തിയിട്ടും അവൾ വിങ്ങിപ്പൊട്ടി.
മോഹനെ രക്ഷിക്കണം. അവൾ കൂടി കെട്ടുകൾ അഴിച്ചു മാറ്റുവാൻ അശ്വതിയെ സഹായിച്ചു. ഒരു കൈക്കുഞ്ഞിനെ എന്നവണ്ണം അശ്വതി അയാളെ തോളിൽ കിടത്തി. ആവോ ഹണി അലിമാവോ രഹസ്യ മാർഗത്തിലൂടെ അശ്വതിയെയും മോഹനെയും എത്തിച്ചത് ആ സങ്കേതത്തിൻ്റെ അടിത്തട്ടിലുള്ള ഒരു ഭാഗത്താണ്. അവിടെ കുളം പോലെ വെള്ളവും അതിനുള്ളിൽ 2 സ്പീഡ് ബോട്ടുകളുണ്ടായിരുന്നു. ഹണി ഒരു സ്വിച്ച് അമർത്തിയപ്പോൾ മുന്നിലെ ഭിത്തി ഒരു വശത്തേക്ക് നീങ്ങിപ്പോയി. അപ്പോൾ മുന്നിൽ വിശാലമായ കായൽപ്പരപ്പ് അശ്വതി കണ്ടു. രക്ഷപ്പെട്ടോളൂ അശ്വതി. കൃതജ്ഞത സ്ഫുരിക്കുന്ന ഭാവത്തിൽ ഹണിയെ ഒന്ന് നോക്കിയിട്ട് അശ്വതി മോഹനെ ബോട്ടിൽ കിടത്തി. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. ഒരു ചാട്ടുള്ളി കണക്കെ ബോട്ട് ജലപ്പരപ്പിന് മുകളിലൂടെ കുതിച്ചു പാഞ്ഞു. 15 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രഭാതം. ബോംബെയിലെ ഒരു പ്രസിദ്ധമായ സ്വകാര്യ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയായിരുന്നു മോഹൻ. ഹൃദയമറ്റ ശസ്ത്രക്രിയ വളരെ വിജയകരമായി നടത്തുന്ന ആ ഹോസ്പിറ്റലിൽ കണ്ണു മാറ്റിവയ്ക്കുന്നത് പ്രയാസമുള്ള സംഗതിയായിരുന്നില്ല. പക്ഷേ തൻ്റെ കണ്ണു മാറ്റിവയ്ക്കുവാൻ മോഹൻ സമ്മതിച്ചില്ല. സംഹാരം കഴിഞ്ഞതിന് ശേഷമല്ലാതെ അങ്ങനെ ചെയ്യുന്ന പ്രശ്നമേ ഇല്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞു. അലിമാവയുടെ അസ്ഥിവാരമിളകുന്നത് ഒറ്റ കണ്ണുകൊണ്ട് എനിക്ക് കാണണം. അതിനുശേഷമേ ഞാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകൂ. ഒരാഴ്ച കൂടി കഴിഞ്ഞു. രാത്രി തിരക്കൊഴിഞ്ഞ ഗോവൻ വീതിയിലൂടെ അതിവേഗത്തിൽ ബൈക്ക് ഓടിക്കുകയായിരുന്നു പീറ്റർ മസ്ക്രാൻ. റെയിൽവേ സ്റ്റേഷനിൽ 2 പെൺകുട്ടികളെ ഒരു ഏജന്റ് എത്തിച്ചിരുന്നു. അവരെ കൈയേൽക്കണം. ബൈക്ക് കടന്നു പോയതും റോഡിൻ്റെ ഓരത്ത് പടർന്നു നിന്നിരുന്ന വൃക്ഷച്ചുവട്ടിൽ നിന്ന് പ്രകാശത്തിൻ്റെ 2 കണ്ണുകൾ തെളിഞ്ഞു. ഒരു ജീപ്പ്. അത് ബൈക്കിന് പിന്നാലെ കുതിച്ചു. പിന്നിലൂടെ അതിദ്രുതം എത്തിക്കൊണ്ടിരുന്ന അപകടം മസ്ക്രാൻ മനസ്സിലാക്കിയില്ല. അഥവാ അയാൾ അറിഞ്ഞപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. ശക്തമായ ഒരടിയേറ്റ് ബൈക്കും മസ്ക്രാനും തെറിച്ചുപോയി. ഒരു ഫുട്ബോൾ പോലെ റോഡിൽ തെറിച്ചു വീണ മസ്ക്രാനെ മുട്ടിയില്ല എന്ന രൂപത്തിൽ ജീപ്പ് നിന്നു. അതിൽ നിന്നും ചാടിയിറങ്ങിയ മനുഷ്യൻ അയാളുടെ അരികിൽ ചെന്നു. അസഹ്യമായ വേദനയ്ക്കിടയിലും മസ്ക്രാൻ തല തിരിച്ചു നോക്കി. കറുത്ത കണ്ണട വെച്ച ഒരാൾ. സുഖമാണോടാ മസ്ക്രാനെ? അയാൾ അമ്പരന്നു. കേട്ടിട്ടുള്ള ശബ്ദം. ആ മനുഷ്യൻ കണ്ണട എടുത്തുമാറ്റി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മസ്ക്രാൻ അപസ്മാര രോഗിയെപ്പോലെ വിറച്ചു. മോഹൻ? അതേടാ, പഴയ മോഹനല്ല, ഒറ്റക്കണ്ണൻ മോഹനാണ്. അയാൾ കീശയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു. ഇതെന്താണെന്ന് അറിയാമോ? നിന്റെ മാസ്റ്റർ പീസ്. പറഞ്ഞതും അവൻ വലിച്ചു കീറി മുളക് പൊടി മുഴുവനും മസ്ക്രാൻ്റെ മുഖത്തേക്കിട്ടു. കണ്ണിലും മൂക്കിലുമല്ലാതെ വീണപ്പോൾ അയാൾ റോഡിൽ കിടന്നുരുണ്ടു. അശ്വതി, മോഹൻ വിളിച്ചപ്പോൾ ജീപ്പ് ന്യൂട്രലാക്കിയിട്ട് പ്ലാസ്റ്റിക് ചരടുമായി അവൾ ഇറങ്ങി വന്നു. മസ്ക്രാൻ്റെ കൈകൾ ചേർത്ത് കെട്ടി. പിന്നെ ചരടിൻ്റെ മറ്റേ അറ്റം ജീപ്പിലും പിടിപ്പിച്ചു. ഗുഡ് ബൈ മസ്ക്രാൻ. അവർ പിന്തിരിയാൻ ഭാവിച്ചപ്പോൾ അയാൾ നിലവിളിച്ചു. എന്നെ കൊല്ലരുത്. എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹം. അതുകൊണ്ട് അത്ര വേഗത്തിൽ നിന്നെ കൊല്ലുകയില്ല. ഗോവയിലെ പ്രധാന റോഡുകളിൽ നിന്റെ രക്തവും മാംസവും അലിഞ്ഞു ചേരണം. എല്ലാവരോടും എനിക്ക് ഇത്രമാത്രം സ്നേഹം തോന്നാറില്ല. അതുകൊണ്ട് നീ ഭാഗ്യവാനാണ്ടാ മസ്ക്രാനെ. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അവർ ജീപ്പിൽ കയറി. ജീപ്പ് മുന്നോട്ട് നീങ്ങി. ക്രമേണ അതിന് വേഗത വർദ്ധിച്ചു. റോഡിലൂടെ പീറ്റർ മസ്ക്രാൻ്റെ ശരീരം വലിച്ചിഴക്കപ്പെട്ടു. ഒരു ചാക്കുകെട്ടു കണക്കെ പ്ലാസ്റ്റിക് ചരടിൽ അയാൾ തൂങ്ങിക്കിടന്നു. ശരീരം തറയിൽ നിന്ന് ഉരഞ്ഞു ചോരയൊഴുകി. ടാർ നിരത്തിൽ രക്തവും മാംസവും ഇഴുകിച്ചേർന്നു. മോഹൻ്റെ ഒറ്റക്കണ്ണ് വന്യമായി തിളങ്ങി. പീറ്റർ മസ്ക്രാൻ്റെ ദാരുണമായ അന്ത്യം നടക്കുന്ന സമയത്ത് പോപ്സൺ, അലിമാവോയും ജോൺസണും ഗോവയിലുണ്ടായിരുന്നില്ല. നിഗൂഢമായ ചില കാര്യങ്ങൾക്കായി അവർ തമിഴ്നാടിന് പോയിരുന്നു. വരുന്ന 2 മാസങ്ങളോളം അവർ അവിടെ തന്നെ ആയിരിക്കുമെന്ന് അശ്വതിക്കും മോഹനും വിവരം കിട്ടി. അലിമാവയുടെ കൂറ്റൻ ബംഗ്ലാവ് ബോംബ് വെച്ച് തകർത്താൽ എന്തെന്ന് ചിന്തിച്ചെങ്കിലും ഹണിയെ ഓർത്ത് അവർ അത് വേണ്ടെന്ന് വെച്ചു. തമിഴ്നാട്ടിൽ പോയിട്ടായാലും അവരെ കൊന്നിട്ടല്ലാതെ ഇനി ബോംബെക്ക് ഞാനില്ല, മോഹൻ അശ്വതിയോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ. അവളും അതിനോട് അനുകൂലിച്ചു. ഗറില്ല ഗ്രൂപ്പിനെ ഫോണിലൂടെ വിവരം അറിയിച്ചിട്ട് അവർ തമിഴ്നാട്ടിലേക്ക് പോയി. ചുട്ടുപൊളുന്ന വെയിലുള്ള ഒരു ബുധനാഴ്ച അശ്വതിയും മോഹനും മദ്രാസിലെത്തി. എന്നാൽ അത് തങ്ങളുടെ ദുരന്തകാലത്തിൻ്റെ തുടക്കമാണെന്ന് അപ്പോൾ ഇരുവരും അറിഞ്ഞിരുന്നില്ല. അശ്വതിയും മോഹനും തമിഴ്നാട്ടിലെത്തിയിട്ട് 4 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെയും അവർക്ക് പോപ്സൺ, അലിമാവയോ ജോൺസണെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ചില രഹസ്യ അന്വേഷണങ്ങളുടെ മറ്റു ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യമായി. പുലികളുമായി പോപ്സന് വളരെ അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല പുലികളുടെ നേതാക്കന്മാരിൽ പലരും ഇപ്പോൾ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നു. കഴിഞ്ഞ 6 മാസക്കാലമായി അവർ അതീവ രഹസ്യമായ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് പോലീസിൻ്റെ ഉന്നത കേന്ദ്രങ്ങളിൽ വർത്തിക്കുന്നവരിൽ പലരും പുലികളുടെ നേരെ കണ്ണയക്കുന്നു. കഴിഞ്ഞ 6 മാസങ്ങൾക്കുള്ളിൽ 300-ൽ കുറയാത്ത കൊലപാതകങ്ങൾ പുലികൾ നടത്തിയിട്ടുണ്ട്. ഒരു കുടിലിലായിരുന്നു അശ്വതിയും മോഹനും താമസം. സമീപത്തുള്ള ജന്മിയുടെ പഴയ വീടായിരുന്നു അത്. ജന്മിയുടെ പുതിയ ബംഗ്ലാവ് 2 നിലയാണ്. ഏക്കറുകളോളം നോക്കത്താത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന ഭൂമി. അവിടെ സമൃദ്ധിയായി വിളയുന്ന സൂര്യകാന്തിയും നിലക്കടലയും. ഒരിക്കൽ വെറും കർഷകനായിരുന്ന അയാളുടെ ഈ വളർച്ച മറ്റുള്ളവർക്ക് എന്നും അത്ഭുതമായിരുന്നു. ബംഗ്ലാവും കാറുകളും ആവശ്യത്തിന് ഭൃത്യന്മാരുമൊക്കെ ഇന്ന് അയാൾക്കുണ്ട്. മണിവേലു, അതാണ് അയാളുടെ പേര്. കഷണ്ടി കയറിയ തലയും കുറുക്കൻ്റെ കണ്ണുകളും ഉരുണ്ടു തടിച്ച ശരീരവുമുള്ള ഇരുനിറക്കാരൻ മനുഷ്യൻ. കഴുത്തിൽ കിടക്കുന്ന ചെയിൻ 10 പവനിൽ കുറയില്ല.
എന്നും രാവിലെ മണിവേലു തൻ്റെ പഴയ കുടിൽ നോക്കിക്കാണും. അവിടെ നിന്നാണല്ലോ അയാളുടെ ഉയർച്ച തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു മാറ്റുവാനും അയാൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വാടകയ്ക്ക് വീടുകൾ തരപ്പെടുത്തി കൊടുക്കുന്ന ഒരു ബ്രോക്കറാണ് അശ്വതിയെയും മോഹനെയും അവിടെ എത്തിച്ചത്. മാസം 1250 രൂപയാണ് കുടിലിൻ്റെ വാടക. എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് ജീവിക്കുവാനാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ മണിവേലിനോട് പറഞ്ഞു. 2 മാസത്തെ വാടക അവർക്ക് മുൻകൂറായി കൊടുക്കേണ്ടി വന്നു. ഒപ്പം മറ്റൊരു നിബന്ധനയും. ഇഷ്ടക്കേട് തോന്നിയാൽ മണിവേലുവിന് ഏത് നിമിഷവും അവരെ അവിടെ നിന്നും പറഞ്ഞയക്കുവാൻ അധികാരമുണ്ട്. അവർ സമ്മതിച്ചു. ദിവസവും രാവിലെ അശ്വതിയും മോഹനും അവിടെ നിന്നിറങ്ങും. 2ാമത്തെ ദിവസം അവർ ബോംബെയിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളെ അവിടെ കണ്ടുമുട്ടി. ഒരു കാബറെ നർത്തകി വൈദേഹി. കുറേ മണിക്കൂറുകൾ അവർ നർത്തകിയുടെ ഒപ്പം മുറിയിൽ തങ്ങി. തമിഴ്നാട്ടിലെ വമ്പന്മാരുടെയെല്ലാം പല കഥകളും അറിയാവുന്നതും കള്ളക്കടത്തും വ്യഭിചാരവും ഉള്ളവളുമാണ് വൈദേഹി എന്ന് അവർക്ക് വ്യക്തമായി. അവളിൽ നിന്നാണ് തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി വിവരങ്ങളും രഹസ്യങ്ങളുമൊക്കെ അശ്വതിയും മോഹനും മനസ്സിലാക്കിയത്. പോപ്സൺ അലിമാവയെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താൻ കണ്ട കാര്യം വൈദേഹി മോഹനോട് പറഞ്ഞു. അയാളോടൊത്ത് തമിഴ്നാട്ടിലെ കുപ്രസിദ്ധനായ ഒരു കൊലയാളിയും ഉണ്ടായിരുന്നു അത്രേ. ആ കൊലയാളി പുലികളുടെ വിശ്വസ്തനായ സേവകനാണെന്നും വൈദേഹി ധരിപ്പിച്ചു. തമിഴ്നാട് അധോലോകത്തുള്ള ചിലരെ വൈദേഹി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അലിമാവയുടെ മനസ്സിൽ വിദ്വേഷമുണ്ടായിരുന്ന അവരും മോഹനെ സഹായിക്കാമെന്നേറ്റു. പക്ഷേ അതിന് അവർ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. ഇപ്പോൾ തമിഴ്നാട് അധോലോകം വാണരുളുന്നത് ശിങ്കൻ എന്ന കർണാടകക്കാരനാണ്. നല്ലവനും മനുഷ്യസ്നേഹിയുമായ മായാപ്രഭുവിനെ കൊലപ്പെടുത്തിയിട്ടാണ് ശിങ്കൻ അധോലോകം പിടിച്ചിറക്കിയത്. എന്ത് ക്രൂരതയ്ക്കും മടിയില്ലാത്ത ശിങ്കനും കൂട്ടാളികളും മായാപ്രഭുവിൻ്റെ ആൾക്കാരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുകയാണ്. എതിർത്താൽ തൽക്ഷണം മരണം. അതാണ് അവരുടെ അനുഭവം. ആയതിനാൽ എങ്ങനെയും ശിങ്കനെ കൊലപ്പെടുത്തിയിട്ട് മായാപ്രഭുവിൻ്റെ മകൻ ശെൽവ പ്രഭുവിനെ അധോലോക നായകനാക്കണം. അങ്ങനെയെങ്കിൽ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും പോപ്സനെയും ജോൺസണെയും തമിഴ്നാട്ടിൽ നിന്നും വിടാതെ മോഹൻ്റെയും അശ്വതിയുടെയും മുന്നിലെത്തിക്കുന്ന കാര്യം അവർ ഏറ്റു. അവരുടെ സഹായം കൂടാതെ തങ്ങൾക്ക് പോപ്സനെയും മറ്റും കിട്ടുകയില്ലെന്ന് അശ്വതിക്കും തോന്നാതിരുന്നില്ല. മോഹനുമായി ആലോചിച്ചിട്ട് അശ്വതി സമ്മതം മൂളി. അടുത്ത ദിവസങ്ങളിൽ ശിങ്കൻ്റെ താവളങ്ങളെപ്പറ്റിയും പ്രവർത്തനങ്ങളെപ്പറ്റിയും പഠിക്കുകയായിരുന്നു അവർ. സമയം രാത്രി 11 മണി. കുടിലിൽ ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു അശ്വതിയും മോഹനും. അവർ ഭാവി പരിപാടികളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ മണിവേലുവും എന്തൊക്കെയോ രഹസ്യങ്ങളുടെ ഉടമയാണ്, തർക്കമില്ല. മോഹൻ അശ്വതിയുടെ മടിയിലേക്ക് തലവച്ചുകൊണ്ട് പറഞ്ഞു. രാത്രികാലങ്ങളിൽ അവിടെ പലരും വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടി അപകടം വിലക്ക് വാങ്ങുകയാണ് പതിവ്. അശ്വതി മോഹൻ്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. നമ്മുടെ ലക്ഷ്യം പോപ്സണും ജോൺസണുമാണ്. അവരെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വിടണം. മോഹൻ്റെ കണ്ണ് മാറ്റി വയ്ക്കുന്നവരെ എനിക്ക് സ്വസ്ഥതയില്ല. നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയോലോ അശ്വതി, മോഹൻ തുടർന്നു. ഒറ്റ കണ്ണേ ഉള്ളെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഒരു കണ്ണില്ല എന്ന വസ്തുത ഞാൻ അറിയുന്നത് കൂടിയില്ല. മുറ്റത്ത് കാൽപെരുമാറ്റം പോലെ തോന്നിയതിനാൽ അവർ സംസാരം നിർത്തി. ശരിയാണ്, ആരോ വരാന്തയിൽ പ്രവേശിച്ചിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. മോഹൻ അശ്വതിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. അല്പനേരം കാത്തിരിക്കാം, അവളുടെ കാതിൽ മന്ത്രിച്ചു. വീണ്ടും തട്ട് തുടരുകയാണ്. അശ്വതി കൈഭാഗ് ഇരിക്കുന്നിടത്തേക്ക് നീങ്ങി. റിവോൾവർ കയ്യിലെടുത്തു. മോഹൻ ഇവിടെ തന്നെ ഇരുന്നോളൂ പറഞ്ഞിട്ട് അവൾ വാതിൽക്കിലേക്ക് നീങ്ങി. 3ാമത് വാതിലിൽ തട്ടിയപ്പോൾ അവൾ ചോദിച്ചു, ആരാ? ഞാൻ താൻ, മണിവേലു. ലൈറ്റ് തെളിക്കരുത്, വാതിലൊന്ന് തുറക്ക്. അശ്വതിയുടെ മനസ്സിൽ പലവിധ സംശയങ്ങളുണ്ടായി. തൻ്റെ ശരീരകാന്തി കണ്ടിട്ടാണോ ഇയാൾ എത്തിയിരിക്കുന്നതെന്ന് പോലും അവൾ ചിന്തിക്കാതിരുന്നില്ല. എന്തു വേണം? അവളുടെ സംസാര ഉച്ചത്തിലാണ്. പതിയെ പറയൂ, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. അശ്വതി കൂടുതലൊന്നും ചിന്തിച്ചില്ല. റിവോൾവർ മറച്ചു പിടിച്ചുകൊണ്ട് വാതിൽ തുറന്നു. മണിവേലിൻ്റെ ബംഗ്ലാവിലെ വെട്ടം അവിടേക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു. 3 പേർ മുന്നിൽ നിൽക്കുന്ന അവൾ കണ്ടു. 2 പുരുഷന്മാരും ഒരു സ്ത്രീയും. ഇന്ന് രാത്രി ഇവർ കൂടി ഇവിടെ കഴിയട്ടെ. നിങ്ങളുടെ പുരുഷനെവിടെ? ഇവിടെയുണ്ട്. മോഹനും വാതിൽക്കിലേക്ക് വന്നു. പേടിക്കാനൊന്നുമില്ല, ഇവർ എൻ്റെ ആളാണ്. രാവിലെ പോയിക്കോളും. ഓക്കെ. അവസാനം മോഹൻ സമ്മതിച്ചു. സ്ത്രീയും പുരുഷനും അകത്ത് കടന്ന ഉടനെ മണിവേലു അവിടെ നിന്നും പോയി. അശ്വതി വാതിൽ ബന്ധിച്ചു. ലൈറ്റ് തെളിയിക്കേണ്ട, പുരുഷൻ ഓർമ്മിപ്പിച്ചു. അത് മോഹനെ രസിച്ചില്ല. അവരുടെ മുഖം കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അയാൾ ഒരു മെഴുകുതിരി ബാഗിൽ നിന്ന് തപ്പിയെടുത്തു. ലൈറ്ററിൻ്റെ നാളത്തിൽ നിന്ന് അതിന് ജീവൻ പകർന്നു. അയാൾ പെട്ടെന്ന് മോഹനെ തടഞ്ഞു. വേണ്ട, അതണയ്ക്ക്. സ്വരത്തിൽ ആജ്ഞാഭാവം. അശ്വതി പല്ലു കളിച്ചു. പക്ഷേ മോഹൻ ചിരിച്ചു. സാരമില്ല സുഹൃത്തെ, മെഴുകുതിരി ആയതിനാൽ അധികം വെളിച്ചമില്ലല്ലോ. നമുക്ക് പരസ്പരം കാണുകയെങ്കിലും ചെയ്യാമല്ലോ. ആ മനുഷ്യൻ്റെ മുഖത്ത് കോപം എരച്ചു കയറി. പറഞ്ഞതനുസരിക്കടാ. ആ മനുഷ്യൻ മുന്നോട്ടാഞ്ഞ് മെഴുകുതിരി ഊതിക്കെഴുത്തി. റാസ്കൽ. മോഹൻ മുന്നോട്ടാഞ്ഞതും അശ്വതി ഇരുളിൽ കൈവീശി അടിച്ചു കഴിഞ്ഞു. ക്ലേ എന്നൊരു ശബ്ദവും നിലവിളിയും. ഇരുളിൽ ഒരു ചാക്കുകെട്ട് കണക്കെ അയാൾ തറയിൽ വീണത് അശ്വതിയും മോഹനും അറിഞ്ഞു. മോഹൻ വീണ്ടും മെഴുകുതിരി കത്തിച്ചു. വെളിച്ചം വന്നപ്പോൾ കണ്ട കാഴ്ച അവരെ അമ്പരിപ്പിക്കാതിരുന്നില്ല. തറയിൽ വീണെടുത്ത് തന്നെ കുത്തിയിരിക്കുന്ന ആ മനുഷ്യൻ്റെ കയ്യിൽ അവർക്ക് നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്ന റിവോൾവർ. നീ എന്നെ അടിക്കാറായി അല്ലടാ?
അയാൾ വിചാരിച്ചത് മോഹനാണ് തന്നെ അടിച്ചതെന്നാണ്. മോഹൻ മറുപടി പറയാതെ ഒരു സിഗരറ്റ് കത്തിച്ചു. യന്ത്രത്തോക്കിന് മുന്നിൽ പോലും അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ മോഹൻ പതറാറില്ല. പിന്നെയാണ് റിവോൾവർ. അശ്വതിയും സാഗുതം ആ മനുഷ്യനെയും യുവതിയെയും ശ്രദ്ധിച്ചിരിക്കുകയാണ്. അധികം ഉയരമില്ലാത്തതും വെളുത്ത് സാമാന്യ വണ്ണമുള്ളതുമായിരുന്നു അയാളുടെ ശരീരം. പാൻറ്റും ഷർട്ടും വേഷം. തോളിൽ ഒരു ക്യാമറ തൂങ്ങിക്കിടപ്പുണ്ട്. യുവതിക്ക് 30-ലധികം പ്രായമില്ല. കനം കുറഞ്ഞ് കറുത്തവൾ. എങ്കിലും ആ മുഖത്ത് ഐശ്വര്യഭാവമാണ്. സൽവർ കമ്മീസാണ് വേഷം. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ മെഴുകുതിരി അണയ്ക്കൂ. മോഹൻ്റെ നെഞ്ചിനു നേരെ റിവോൾവർ തിരിച്ചുകൊണ്ട് അയാളുടെ കൽപ്പന. 1-2 പേരെ കൊല്ലുന്നതിനൊന്നും ഞാൻ മടിക്കില്ല. ധൈര്യശാലികളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ക്ഷമയെ പരീക്ഷിക്കരുത്. അയാളുടെ കണ്ണുകൾ കുറുകി. മോഹൻ അത് കണ്ടതായി ഭാവിച്ചില്ല. നിങ്ങളുടെ പേരെന്താണ് സുഹൃത്തെ? മോഹൻ തിരക്കി. പരസ്പരം പരിചയപ്പെടുന്നതിൽ അപാകതയൊന്നുമില്ലല്ലോ. സോറി, നിങ്ങളുമായി സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മര്യാദയ്ക്ക് മെഴുകുതിരി അണയ്ക്കൂ. പെട്ടെന്ന് ആഗതയായ യുവതി സംസാരിച്ചു. നമ്മൾ തമ്മിൽ വെറുതെ വാക്കേറ്റം നടത്തുന്നത് എന്തിനാണ്? അവൾ മോഹനെ നോക്കി. താങ്കൾ മെഴുകുതിരി അണയ്ക്കേണ്ടതില്ല. നമുക്ക് സംസാരിക്കാം, പരസ്പരം പരിചയപ്പെടാം. അതിരാവിലെ ഞങ്ങൾ പോവുകയും ചെയ്യാം. അവളുടെ സംസാരം കേട്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന മനുഷ്യൻ റിവോൾവർ കീശയിൽ തിരുകി. ആഗതർക്ക് മനസ്സിലായി കാണും അശ്വതിയും മോഹനും മോശക്കാരില്ലെന്ന്. തുടർന്ന് അവർ തങ്ങളെ പരിചയപ്പെടുത്താൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. ആഗതരുടെ മുഖം കടലാസ് പോലെ വിളറി. യാതൊന്നും പറയാതെ അവർ വാതിലിലേക്ക് കുതിച്ചു. വാതിലിൻ്റെ കൊളുത്ത് മാറ്റി പുറത്തു ചാടി. പിന്നെ ഇരുട്ടുള്ള ഭാഗത്തേക്ക് പാഞ്ഞുപോയി. ആ സെക്കൻഡിൽ തന്നെ കുടിലിന് മുന്നിൽ ഒരു ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നും ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച ആയുധധാരികളായ ഒരു സംഘം ആൾക്കാർ പുറത്തു ചാടി. കുടിലിൽ നിന്നിറങ്ങി ഓടിയവരെ ജീപ്പിൽ വന്നവർ കണ്ടിരിക്കണം. ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച സംഘം അവരുടെ പിന്നാലെ തന്നെയാണ് പാഞ്ഞുപോയത്. അശ്വതിക്ക് മോഹനും യാതൊന്നും മനസ്സിലായില്ല. എങ്കിലും ശരീരത്തിൽ ആയുധങ്ങൾ മറച്ചുവെച്ച് അവരും കരുതലോടെ നിന്നു. തങ്ങൾക്ക് നേരെയും ഒരു ആക്രമണം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. നമുക്ക് വാതിലടച്ചേക്കാം, മോഹൻ പറഞ്ഞു. വേണ്ട, അവർ തിരികെ പോയിട്ട് മതി. മുറ്റത്ത് വന്നു നിന്ന വാഹനം ജീപ്പായിരുന്നു. അതിൻ്റെ ഹെഡ്ലൈറ്റ് അണയ്ക്കാതെ ഡ്രൈവർ അതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ജീപ്പിൻ്റെ വെളിച്ചം കുറച്ചപ്പുറത്തുള്ള സൂര്യകാന്തി തോട്ടത്തിൽ പതിഞ്ഞിരുന്നു. പെട്ടെന്ന് മറ്റു ചില വാഹനങ്ങൾ കൂടി പാഞ്ഞു വന്നു. അവയും മുറ്റത്ത് നിന്നു. പക്ഷേ അതിനുള്ളിൽ നിന്നും ആരും പുറത്തിറങ്ങിയില്ല. ആകെ 4 ജീപ്പുകൾ. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അശ്വതി കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അതാ. പകൽ വെളിച്ചം പരത്തിക്കൊണ്ട് നിൽക്കുന്ന ജീപ്പുകൾക്ക് നേരെ ചുവന്ന വസ്ത്രം ധരിച്ചവർ ആ പുരുഷനെയും സ്ത്രീയെയും വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ശ്വാസം കഴിക്കാതെ മോഹനും അശ്വതിയും അത് നോക്കി നിന്നു. അവർ ജീപ്പുകൾക്ക് മുന്നിലെത്തി. ഉടൻ രണ്ടാമത് വന്ന ജീപ്പുകളിൽ ഒന്നിൽ നിന്നും ഒരു മനുഷ്യൻ ഇറങ്ങി വെളിച്ചത്തിലേക്ക് വന്നു. കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഒരു ഭീകരരൂപം. 6 അടിയോളം ഉയരവും അതിനുതവുന്ന വണ്ണവുമുള്ളവർ. കരിക്കട്ട പോലെ കറുത്ത ശരീരം. പട്ടാള ഓഫീസറുടെ യൂണിഫോം പോലെയുള്ള വസ്ത്രങ്ങൾ. വെടിയുണ്ട കോർത്ത ഒരു മാല അയാൾ കഴുത്തിൽ അണിഞ്ഞിരുന്നു. മൈ ഗോഡ്! അറിയാതെ ഒരു ശബ്ദം മോഹനിൽ നിന്നുണ്ടായി. കാര്യം മനസ്സിലാകാതെ അശ്വതി തല തിരിച്ചു. ആരാണ് അയാൾ? ചന്ദ്രപ്പൻ. ഹോ! തൊട്ടുമുന്നിൽ ഒരു ബോംബ് വീണതുപോലെ അശ്വതി നടുങ്ങി. സുപ്രസിദ്ധ ചന്ദനം കള്ളക്കടത്തുകാരൻ ചന്ദ്രപ്പൻ. തമിഴ്നാട് പോലീസും കർണാടക പോലീസും സംയുക്തമായി നോക്കിയിട്ടും പിടികൂടാൻ കഴിയാത്ത ചന്ദ്രപ്പൻ. വേഗത്തിൽ മിടിക്കുന്ന ഹൃദയത്തോടെ അശ്വതി വീണ്ടും ജീപ്പിന് മുന്നിലേക്ക് നോക്കി. കൊല്ലരുത്, കൊല്ലരുത്! അയാളുടെ കൈകാലുകളിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്ന യുവാവും യുവതിയും. നീ എന്നോട് പടം പിടിക്കും അല്ലേടാ? മാപ്പ് സാർ, മാപ്പ്! ചന്ദ്രപ്പൻ യുവാവിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ക്യാമറയെടുത്തു. അത് തുറന്ന് ഫിലിം വലിച്ചു നീട്ടി മാല പോലെ സ്വന്തം കഴുത്തിൽ അണിഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചു. എന്നെ ആരും ചതിക്കരുത്, പക്ഷേ ഞാൻ ചതിക്കും. അതാണ് ചന്ദ്രപ്പയുടെ ശൈലി. ചിരി നിർത്തിയിട്ട് അയാൾ കൽപ്പിച്ചു, എണീക്കടാ! യുവാവും യുവതിയും എണീറ്റു. ചന്ദ്രപ്പൻ്റെ കണ്ണുകൾ യുവതിയിൽ പതിഞ്ഞു. അവളെ അടിമുടിയൊന്നും നോക്കി. പിന്നെ അനുചരന്മാരോട് പറഞ്ഞു, ഇവളെ എടുത്ത് ജീപ്പിലിട്. വേണ്ട, കൊണ്ടുപോകല്ലേ! അവളുടെ നിലവിളി ഇരുളിൽ പ്രതിധ്വനിച്ചു. പക്ഷേ അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല. ഒരുവൻ മുന്നോട്ട് വന്ന് കൊച്ചു കുഞ്ഞിനെ എന്നവണ്ണം അവളെ എടുത്ത് ജീപ്പിലേക്ക് കൊണ്ടുപോയി. അവളുടെ പ്രതിഷേധമൊക്കെ അവർക്ക് തമാശയാണെന്ന് തോന്നി. യുവാവ് ശബ്ദിക്കാതെ നിന്ന് വിറച്ചു. നിനക്ക് ഞാൻ 5 മിനിറ്റ് സമയം തരാം. രക്ഷപ്പെടാമെങ്കിൽ ആയിക്കോ. എൻ്റെ ഭാര്യ? ഫാ എരപ്പേ! ഒറ്റയടി. അയാൾ മണ്ണിൽ കമിഴ്ന്നു വീണു. പിന്നെ എണീറ്റതും ഒറ്റയോട്ടം. അയാൾ മണിവേലുവിൻ്റെ സൂര്യകാന്തി തോട്ടത്തിൽ മറയുന്നത് അശ്വതിയും മോഹനും കണ്ടു. ഇപ്പോൾ യുവതിയുടെ ശബ്ദമൊന്നും കേൾക്കാനില്ല. ഈ അക്രമങ്ങളൊക്കെ കണ്ടപ്പോൾ അശ്വതി മുന്നോട്ട് കുതിക്കുവാൻ ഭാവിച്ചതാണ്. പക്ഷേ മോഹൻ തടഞ്ഞു. അവരുടെ കൈവശമിരിക്കുന്ന തോക്കുകൾ ഓരോ തവണ തീ തുപ്പിയാൽ നമ്മുടെ ശരീരം അരിപ്പ പോലെ കിഴിഞ്ഞു പോകും. മാത്രമല്ല, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടെന്ന് നീ തന്നെയല്ലേ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞത്? എന്നാലും കൺമുന്നിൽ 5 മിനിറ്റായതും എല്ലാവരും ജീപ്പിൽ കയറി. ആ മനുഷ്യൻ പോയ വഴിയെ 4 ജീപ്പുകളും പോയി. മണിവേലുവിൻ്റെ സൂര്യകാന്തി തോട്ടത്തിലേക്ക് അവ നുഴഞ്ഞു കയറി. നെടുകയും കുറുകയുമൊക്കെ അവ പോകുന്നതിൻ്റെ വെളിച്ചം കാണാമായിരുന്നു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ജീപ്പുകൾ ഓരോന്നായി പുറത്തു വന്നു. അപ്പോൾ ആനക്കൂട്ടം കയറിയ കരിമ്പിത്തോപ്പ് പോലെയായിരുന്നു മണിവേലുവിൻ്റെ സൂര്യകാന്തിത്തോട്ടം. അതിന് നടുവിൽ രക്തവും മണ്ണും കുഴഞ്ഞു കിടക്കുന്നതിനൊപ്പം ആ മനുഷ്യൻ്റെ വികൃതമായ ശവശരീരവും. ചന്ദ്രപ്പൻ്റെ എല്ലാ ജീപ്പുകളുടെ ടയറുകളിലും അയാളുടെ ചോര പുരണ്ടിരുന്നു.
കുടിലിന് മുന്നിൽ ജീപ്പുകൾ നിന്നു. ചന്ദ്രപ്പൻ ഇറങ്ങി വാതിൽക്കലേക്ക് വന്നപ്പോൾ അശ്വതി റിവോൾവറിൽ പിടിമുറുക്കി. മങ്ങിയ ഇരുട്ട് കാരണം അശ്വതിയെയും മോഹനെയും അയാൾക്ക് ശരിക്കും കാണാൻ കഴിയില്ലായിരുന്നു. നിങ്ങളാണോ അവർക്ക് അഭയം കൊടുത്തത്? അവർ ആരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. രാത്രി തങ്ങുവാൻ അവർ അനുവാദം ചോദിച്ചു. ഞങ്ങൾ മറുപടി പറയും മുമ്പാണ് ജീപ്പ് വന്നതും അവർ ഇറങ്ങി ഓടിയതും. അയാൾ കനപ്പിച്ചൊന്ന് മൂളി. മണിവേലു അല്ലേ അവരെ ഇവിടെ കൊണ്ടുവന്നത്? അല്ല, ഞങ്ങൾ കാണുമ്പോൾ അവർ മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ. പിന്നെ ഒന്നും ചോദിക്കാതെ അയാൾ ജീപ്പിൽ കയറി. പൊടിയിളക്കിക്കൊണ്ട് അവ പാഞ്ഞു പോയപ്പോൾ ഒരു മനുഷ്യൻ ഓടി അശ്വതിയുടെയും മോഹൻ്റെയും അടുത്തെത്തി. താങ്ക്സ് താങ്ക്സ് അയാൾ നിന്ന് കിതച്ചു. അവർക്ക് ആളിനെ മനസ്സിലായി. മണിവേലു. അയാൾക്ക് ആകെ അറിയാവുന്ന ചുരുക്കം ചില ഇംഗ്ലീഷ് വാക്കുകളിലൊന്നാണ് താങ്ക്സ്. എന്താ മുതലാളി, എന്തിനാ താങ്ക്സ് പറഞ്ഞത്? എന്നെ നിങ്ങൾ മുതലാളിയെന്നൊന്നും വിളിക്കേണ്ട, മണിവേലുവെന്ന് തന്നെ പറഞ്ഞോളൂ. അവരെ ഞാനാണ് ഇവിടെ കൊണ്ടാക്കിയതെന്ന് സത്യം നിങ്ങൾ പറഞ്ഞിരുന്നേലേ ചന്ദ്രപ്പൻ ഇപ്പോൾ എൻ്റെ തലയും അറുത്തുകൊണ്ട് പോയേനെ. താങ്ക്സ്. എത്ര കാലം വേണമെങ്കിലും നിങ്ങളിവിടെ കഴിഞ്ഞോളൂ. താങ്ക്സ്. മണിവേലു തിരിച്ചു നടന്നു. ദിവസങ്ങൾ 1-2 കൂടി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ഇലക്ഷൻ ആയിരുന്നതിനാൽ നാടുനീളെ നേതാക്കന്മാരുടെ കൂറ്റൻ കട്ടൗട്ടുകളും മറ്റും ഉണ്ടായിരുന്നു. തിരക്ക് പിടിച്ച പ്രചരണങ്ങൾ. അതിനിടെ അശ്വതിയും മോഹനും പോപ്സൺ അലിമാവയും ജോൺസണെയും തേടിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വീണ്ടും അവർ കാബറ നർത്തകി വൈദേഹിയുടെ അരികിലെത്തി. അവിടെ അവരെ പ്രതീക്ഷിച്ച് ചിലർ ഇരിപ്പുണ്ടായിരുന്നു. നേരത്തെ പരിചയപ്പെട്ട തങ്കവേലുവും മാരിയപ്പനും. ശിങ്കനെ തകർക്കുന്നതിന് അവരാശയപ്പെട്ടവർ. മായാപ്രഭുവിൻ്റെ പുത്രൻ ശെൽവപ്രഭുവിനെ അധോലോക രാജാവാക്കുവാൻ കാത്തിരിക്കുന്നവർ. ഇവർ നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വരുവാൻ ഭാവിച്ചതാണ്. വശ്യമനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് വൈദേഹി എന്ന സൗന്ദര്യ റാണി പറഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. കാരണം ആരെങ്കിലും നിങ്ങളെ സംശയിച്ചാൽ പിന്നീട് കാര്യങ്ങൾ നേരെ നടക്കില്ല. അശ്വതിയും മോഹനും തങ്കവേലുവിനെയും മാരിയപ്പനെയും നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സാധിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. മാരിയപ്പൻ ഉത്സാഹത്തോടെ മുന്നോട്ടാഞ്ഞിരുന്നു. പറയൂ. മോഹൻ ഒരു സിഗരറ്റ് കത്തിച്ചു. മറ്റന്നാൾ ശിങ്കൻ ഒരു ആഘോഷം നടത്തുന്നു. എന്തിന്? അയാൾ മായാപ്രഭുവിനെ കൊന്ന് അധോലോകം കീഴടക്കിയിട്ട് 5 വർഷങ്ങൾ തികയുകയാണ്. അതിനായി അന്നു മുതൽ താളത്തിൽ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ഇതിലും നല്ല ഒരു അവസരം ഇനി കിട്ടുവാനില്ലെന്ന് അശ്വതിക്കും മോഹനും ഉറപ്പായി. ശിങ്കൻ്റെ താവളത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കി. മറ്റന്നാൾ സൂര്യോദയത്തിൽ ശെൽവപ്രഭു അധോലോക ചക്രവർത്തിയാകും. സംശയം വേണ്ട. ആഘോഷങ്ങൾ ശെൽവപ്രഭുവായിരിക്കും നടത്തുക. അശ്വതി അവർക്ക് ഉറപ്പ് കൊടുത്തു. പക്ഷേ അയാളെ ശിങ്കൻ തടവിലിട്ടിരിക്കുകയാണോ, ഇനി കൊന്നു കളഞ്ഞിരിക്കുമോ എന്ന് അറിയാത്തതിനാൽ. കൊന്നിരിക്കില്ല, തങ്കവേലു ഉറപ്പിച്ചു പറഞ്ഞു. ശിങ്കനും അയാളുടെ സഹായിയായ ഒരു തോമസ് മാത്യുവിനും ശെൽവപ്രഭു എവിടെയെന്നറിയാം. തോമസ് മാത്യു മലയാളിയാണ്. കഴിഞ്ഞ 28 വർഷത്തോളം സിംഗൻ്റെ വലം കൈയായിരുന്നു അയാൾ. അതിൻ്റെ ഒരു ഹുങ്ക് ഇപ്പോഴുമുണ്ട്. കേരളത്തിൽ വെച്ച് 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടാണ് അയാൾ കർണാടകയിൽ എത്തിയതും ശിങ്കൻ്റെ സംഘത്തിലായതും. അന്ന് മായാപ്രഭുവിനെ വധിച്ച ദിവസം. തങ്കവേലുവിൻ്റെ സ്വരം പതറി. 11 വയസ്സുള്ള രക്തനകുമാരിയെ, മായാപ്രഭുവിൻ്റെ പുത്രിയെ, ഞങ്ങളുടെ എല്ലാം കൺമുന്നിൽ വെച്ച് ആ ദുഷ്ടൻ. തങ്കവേലു കരഞ്ഞുപോയി. ശവശരീരം പോലും അടക്കം ചെയ്യാതെ അയാൾ കടലിൽ കളഞ്ഞു. തങ്കവേലിന് ആ അധോലോകവുമായുള്ള ബന്ധം അശ്വതിക്കും മോഹനും വ്യക്തമായി. നിങ്ങൾ വിഷമിക്കേണ്ട, വീണ്ടും കാണാം. അശ്വതിയും മോഹനും എണീറ്റു. മൂവരോട് യാത്ര പറഞ്ഞിറങ്ങി. അടുത്ത ദിവസം അശ്വതിയെയും മോഹനെയും സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കുള്ളതായിരുന്നു. തമിഴ്നാട്ടിൽ ആദ്യമായാണ് അവർ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. വൈദേഹിയുടെ സഹായത്താൽ അവർ ഒരു ടാക്സിക്കാർ സംഘടിപ്പിച്ചു. ശിങ്കൻ്റെ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുകൂടി പലതവണ കറങ്ങി. വല്ലാത്തൊരു സാഹചര്യമായിരുന്നു അവിടെ. കിലോമീറ്ററുകളോളം വിസ്താരത്തിൽ കിടക്കുന്ന തെരുവ്. അത് തമിഴ്നാട് അധോലോകത്തിൻ്റെ സ്വന്തമാണ്. അതിനുള്ളിൽ പ്രസിദ്ധമായൊരു ക്ഷേത്രം, പിന്നെ കൂറ്റൻ മാളികകൾ, അതുപോലെ തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുടിലുകൾ. ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളത് ബാഹ്യലോകത്തുള്ളവരുടെ കണ്ണിൽ പൊടിയിടുവാൻ മാത്രം. ആ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത് ശിങ്കൻ്റെ ആൾക്കാർ മാത്രമാണ്. കുടിലുകളിൽ താമസിക്കുന്നത് അധോലോകവുമായി ബന്ധപ്പെട്ടവരും. അമ്പലത്തിന് ചുറ്റുമതിലുണ്ട്. അതിൻ്റെ 4 ഭാഗത്തായി 4 കൂറ്റൻ മാളികകൾ. അതാണ് ശിങ്കൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. 1000 പോലീസ് ഒന്നിച്ചു വന്നാലും അവർക്ക് ഈ ഏരിയയിൽ ഒന്നനങ്ങാൻ പോലും കഴിയില്ല. ക്ഷേത്രം പ്രശസ്തിയുള്ളതിനാൽ ധാരാളം ആൾക്കാർ അകലിൽ നിന്ന് പോലും എന്നും അവിടെ എത്താറുണ്ട്. ദിവസേന ദീപാരാധന വേളയിൽ ശിങ്കൻ അവിടെ വരും. കാളിയാണ് അവിടുത്തെ പ്രധാന ആരാധനമൂർത്തി. ഈ കാര്യങ്ങളെല്ലാം അശ്വതിയും മോഹനും മനസ്സിലാക്കി. സന്ധ്യ. ഒരു കാളവണ്ടി ക്ഷേത്രത്തിന് അല്പം വടക്കു മാറി നിന്നു. അതിൽ നിന്നും കസവുമുണ്ടും ഉത്തരീയവും ധരിച്ച ഒറ്റക്കണ്ണനായ പുരുഷനും തീജ്വാലയുടെ നിറമുള്ള സാരി അണിഞ്ഞ സുന്ദരിയായ യുവതിയും ഇറങ്ങി. അവളുടെ കയ്യിൽ പൂത്താലവും ഉണ്ടായിരുന്നു. അശ്വതിയും മോഹനും. അവരെ തിരിച്ചറിയാവുന്ന 2 പേർ മാത്രം അവിടെ ഉണ്ടായിരുന്നു. തങ്കവേലുവും മാരിയപ്പനും. അവർക്ക് അന്ന് ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു ഡ്യൂട്ടി. പരസ്പരം കണ്ടെങ്കിലും അറിയാത്ത ഭാവത്തിൽ അവർ അമ്പലത്തിനുള്ളിലേക്ക് കടന്നു. സമയം കടന്നു പോകുവാൻ വേണ്ടി ചുറ്റമ്പലത്തിലൂടെ 3 തവണ നടന്നിട്ട് ശ്രീകോവിൽ ഉൾക്കൊള്ളുന്ന പ്രധാന ഭാഗത്തേക്ക് പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. അശ്വതിയും മോഹനും ഭക്തരുടെ ഇടയിലായി. ശ്രീകോവിൽ പ്രദക്ഷിണം നടത്തുമ്പോൾ
പൊടുന്നനെ ഭക്തർ ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി ഭവ്യതയിൽ നിന്നു. അശ്വതിയും മോഹനും തല തിരിച്ചു. കാളക്കൂട്ടിനെ പോലെ ഒരാൾ ശ്രീകോവിലിന് നേരെ വരുന്നു. ശിങ്കൻ. ആയുധം ശരീരത്തിൽ ഇല്ലാത്ത സമയം അതുമാത്രമാണ്. അയാൾ ശ്രീകോവിലിന് മുന്നിൽ ഒരു നിമിഷം കൈകൂപ്പി കണ്ണടച്ചപ്പോൾ കഴുത്തിൽ ഒരു മാല വന്നു വീണു. ശിങ്കൻ നടുക്കത്തോടെ കണ്ണു തുറന്നു. അയാൾക്ക് ഒന്നും വ്യക്തമായില്ല. കണ്ണടച്ച് കൈകൾ കൂപ്പി നിന്നിരുന്ന തൻ്റെ കഴുത്തിൽ എവിടെ നിന്ന് ഈ പൂമാല വന്നു വീണു? തൻ്റെ പൊക്കിൽ വരെ നീണ്ടുകിടക്കുന്ന ആ മാലയിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി. കണ്ണുകളിൽ വിസ്മയം. പൂക്കൾക്കിടയിൽ ഓരോ ഹോളക്കട്ടകൾ, ചോക്ലേറ്റോളം വലിപ്പമുള്ളവ. ഇതാരാണ് തൻ്റെ നേർക്കെറിഞ്ഞത്? ശിങ്കൻ ചുറ്റും നോക്കി. ഭക്തിയുടെ ലഹരിയിലാണ് മറ്റുള്ളവർ. നിറദീപങ്ങളുടെ വെളിച്ചത്തിൽ കണ്ണടച്ചു നിൽക്കുകയാണ് ഏവരും. ശ്രീകോവിലിൽ മണിമുഴക്കം. ശ്രീകോവിൽ നടയിൽ തൂങ്ങിക്കിടക്കുന്ന മണികളും ഒന്നിച്ച് ശബ്ദിച്ചു. നട തുറക്കപ്പെടുകയാണ്. അകത്ത് പ്രഭാപൂരം. ശിങ്കൻ്റെ കണ്ണുകൾ അവിടേക്ക് നീണ്ടു. കാളിദേവിയുടെ കണ്ണുകൾ തൻ്റെ നേരെ തുറച്ചു നോക്കുന്നോ? ശൂലവുമായി ദേവി തൻ്റെ നേരെ ഇപ്പോൾ പാഞ്ഞെടുക്കുമെന്ന് അയാൾക്ക് തോന്നി. ഭക്തജനങ്ങളുടെ ആരവം. ദേവിയെ ഒരു നോക്ക് കാണുവാനുള്ള തിരക്ക്. ആ ക്ഷണം അയാളുടെ പുറത്ത് കുഴലിൻ്റെ തണുത്ത സ്പർശം ഉണ്ടായി. ശിങ്കൻ നൽകി കണ്ണു തുറന്നപ്പോൾ തൻ്റെ തൊട്ടടുത്ത് ആ ഒറ്റക്കണ്ണ്. അയാളുടെ കയ്യിലിരിക്കുന്ന ചെറിയ പിസ്റ്റൾ തൻ്റെ പുറത്ത് അമർന്നിരിക്കുന്നു. അനങ്ങരുത്, കടുത്തതും താഴ്ന്നതുമായ സ്വരത്തിൽ മോഹൻ പറഞ്ഞു. നിങ്ങളുടെ ജീവൻ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. കഴുത്തിൽ വന്നു വീണ മാലയിൽ 15 ചെറിയ ബോംബുകളാണുള്ളത്. ഉത്തരീയത്തിനിടയിൽ നിന്നും മോഹൻ ഒരു റിമോട്ട് കൺട്രോൾ എടുത്തു കാട്ടി. ഞാനൊന്ന് സ്വിച്ച് അമർത്തിയാൽ ശിങ്കൻ ഡും പൊട്ടിച്ചിതറിപ്പോകും. ശിങ്കൻ എന്ന അധോലോക ചക്രവർത്തി വർഷങ്ങൾക്ക് ശേഷം ഭയം എന്തെന്നറിയുകയായിരുന്നു. അയാൾ തന്നെ പിന്നാലെയുണ്ടായിരുന്ന അംഗരക്ഷരെ നോക്കി. അവരും കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണം? അവസാനം ശിങ്കൻ തിരക്കി. പുറത്തേക്ക് നടക്കൂ, മോഹൻ കൽപ്പിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട്. ശിങ്കന് അനുസരിക്കുക മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ആൾക്കാർക്കിടയിൽ നിന്നും അവർക്ക് പിന്നാലെ വന്നു പുറത്ത്. തങ്കവേലുവും മാരിയപ്പനും കാത്തു നിൽക്കുകയായിരുന്നു. ശിങ്കൻ വന്ന കാറിൽ തന്നെ അവർ കയറി. ഡ്രൈവർ അമ്പരന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പറയുന്നത് മാത്രം നീ അനുസരിച്ചാൽ മതി, മോഹൻ പറഞ്ഞു. അയാൾ തലകുലുക്കി. കാർ താവളത്തിലോട്ട് വിട്. ഡ്രൈവർ അത് സ്റ്റാർട്ട് ചെയ്തു. മോഹൻ ശിങ്കൻ്റെ കൈകൾ പിന്നിലേക്ക് തിരിച്ച് നൈലോൺ ചരട് കൊണ്ട് ബന്ധിച്ചു. ഈ സമയം ക്ഷേത്രത്തിനുള്ളിൽ ശിങ്കൻ്റെ അംഗരക്ഷകർ പാഞ്ഞു നടക്കുകയായിരുന്നു. അവർ കണ്ണു തുറന്നപ്പോൾ തങ്ങളുടെ നേതാവിനെ കണ്ടില്ല. ശിങ്കനെ മുന്നിൽ നടത്തിക്കൊണ്ടാണ് അശ്വതിയും മോഹനും തങ്കവേലുവും മാരിയപ്പനും തമിഴ്നാട് അധോലോകത്തിൻ്റെ പ്രധാന പടികൾ കയറിയത്. 2ാം നിരയുടെ മുകളിൽ നിന്ന് ശിങ്കൻ്റെ ആൾക്കാർ അവർക്ക് നേരെ തോക്കു ചൂണ്ടി. വെറുതെ ബുദ്ധിമോശം കാണിക്കാൻ ആരും ഒരുപാടിരിക്കുകയാണ് നല്ലത്, മോഹൻ വിളിച്ചു പറഞ്ഞു. കാരണം നിങ്ങളുടെ നേതാവ് ഒരു പട്ടിയെപ്പോലെ പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വരും. അതോടെ തോക്കുകൾ പിൻവലിക്കപ്പെട്ടു. മായാപ്രഭുവിനെ കൊന്നിട്ട് ശിങ്കൻ ചക്രവർത്തിയായപ്പോഴും പ്രഭുവിൻ്റെ ആൾക്കാർ ശിങ്കനെ ദാസ്യവേല ചെയ്തു. എന്തെന്നാൽ ശിങ്കനാണ് ശക്തൻ. ഇനി ശിങ്കന് പകരം മറ്റൊരാൾ വന്നാലും അവർ അയാളെ നേതാവാക്കും. അതാണ് അവരുടെ രീതി. താവളത്തിലെ വിശാലമായ ഹാളിൽ അവർ എത്തി. അവിടെ വെച്ചാണ് ശിങ്കൻ തൻ്റെ ആൾക്കാർക്ക് കൽപ്പനകൾ നൽകുന്നതും കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതും. അല്പം ഉയർന്ന ഒരു ഭാഗത്ത് സിംഹാസന തുല്യമായ കസേര. കോടിയോളം വിലമതിക്കുകയായിരുന്നു ആ ഒറ്റമുറിയിൽ കിടക്കുന്ന ഫർണിച്ചറുകൾക്ക് മാത്രം. എല്ലാം ഒന്നുകൂടി മോടിയാക്കുന്ന തിരക്കിലാണ് ഏവരും, നാളത്തെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ. ശിങ്കൻ അവസാനമായി നീ ആ കസേരയിലൊന്ന് ഇരുന്നുകൊള്ളൂ, മോഹൻ നിർദ്ദേശിച്ചെങ്കിലും അയാൾ അനുസരിച്ചില്ല. എടാ, പെട്ടെന്ന് അലർച്ചയോടെ ഒരു മനുഷ്യൻ തോക്കുമായി അവിടേക്ക് കുതിച്ചെത്തി. തോമസ് മാത്യു, തങ്കവേലു പറഞ്ഞു. ഒറ്റയൊരെണ്ണം ജീവനോടെ ഇവിടെ നിന്നും പോകില്ല. അയാൾ യന്ത്രത്തോക്ക് അവിടെ നേരെ തിരിച്ചു. എന്നാൽ വൈകിപ്പോയിരുന്നു. ഒരു മാത്രയ്ക്കുള്ളിൽ അശ്വതിയുടെ കയ്യിൽ റിവോൾവർ പ്രത്യക്ഷപ്പെടുകയും തീയുണ്ട പായുകയും ചെയ്തിരുന്നു. ഹമ്മേ! തോക്ക് താഴെ വീണു. അയാൾ കൈ കുടഞ്ഞപ്പോൾ ചോരത്തുള്ളികൾ ചിതറി. കൊച്ചു പെൺപിള്ളേരുടെ അടുത്ത് നീ കാട്ടാറുള്ള വേലത്തരങ്ങളൊന്നും ഞങ്ങളോട് വേണ്ട, അശ്വതി പുച്ഛഭാവത്തിൽ ചിരിച്ചു. വിഷമവും കോപവുമൊക്കെ തോമസ് മാത്യുവിനെ തളർത്തി. 28 വർഷങ്ങൾക്ക് ശേഷം താൻ ആദ്യമായി അന്യ ഒരാളുടെ മുന്നിൽ തല കുനിക്കുകയാണ്. ശെൽവപ്രഭയുടെ ഇടിവെട്ടും പോലെയാണ് ആ ശബ്ദം ശിങ്കന് തോന്നിയത്. അയാൾ പകപ്പോടെ ഓരോ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. 10 മിനിറ്റുകൾക്കുള്ളിൽ ശെൽവപ്രഭുവിനെ ഇവിടെ എത്തിക്കണം, ഇല്ലെങ്കിൽ അവ നടക്കില്ല, കൈയുടെ വേദന മറന്ന് തോമസ് പറഞ്ഞു. തോമസേ, നീ കളിക്കല്ലേ, നിന്റെ അച്ഛനെയും ഞാൻ കളിപ്പഠിപ്പിക്കുമേ. മാരിയപ്പൻ്റെ ധൈര്യം കണ്ടപ്പോൾ മോഹൻ്റെ മനസ്സിലും ആഹ്ലാദം. ഇന്നലെ അടിമകളെപ്പോലെ അനുസരിച്ചിരുന്നവർ ഉണർന്നിരിക്കുന്നു. ശിങ്കൻ സമയം കടന്നു പോവുകയാണ്. അശ്വതിയുടെ മുന്നറിയിപ്പ്. അയാൾ തോമസിനെ നോക്കി. കൊണ്ടുവാ. അത് വേണോ ബോസ്? തോമസ് പിൻവാങ്ങി. കള്ളക്കളികൾക്കൊന്നും ശ്രമിക്കല്ലേ തോമസേ, നിന്റെ ബോസിൻ്റെ ജീവൻ ഞങ്ങളുടെ കയ്യിലാണ്, അശ്വതി വിളിച്ചു പറഞ്ഞു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ശെൽവപ്രഭുവിനെ അവരുടെ മുന്നിൽ ഹാജരാക്കി. തീരെ പരീക്ഷണനായിരുന്ന ആ ചെറുപ്പക്കാരൻ, കുഴിഞ്ഞ കണ്ണുകളും നീണ്ട താടിയും മുടിയും. അയാൾ കൃതജ്ഞതയോടെ അവരെ നോക്കി. നിമിഷങ്ങൾക്കുള്ളിൽ മാരിയപ്പനും തങ്കവേലുവും ചേർന്ന് തോമസ് മാത്യുവിനെയും ബന്ധനത്തിലാക്കി. ഇവരെ 2 പേരെയും എന്തെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, മോഹൻ ശിങ്കനെയും അവരെ ഏൽപ്പിച്ചു. പിന്നെ ശെൽവപ്രഭുവിനെ തിരിഞ്ഞു നോക്കി. നമസ്കാരം പ്രഭു,
അതോ ലോകത്തിലാണെങ്കിലും താങ്കളുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിലാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഞങ്ങളെ താങ്കൾക്ക് മനസ്സിലായി കാണില്ലല്ലോ. ഞങ്ങളും 2 ക്രിമിനലുകൾ തന്നെ, അശ്വതിയും മോഹനും. ശെൽവപ്രഭുവിൻ്റെ കുഴിഞ്ഞ കണ്ണുകളിൽ തിളക്കം. താങ്കൾ ആ കസേരയിലിരിക്കൂ. പ്രഭുവിൻ്റെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. തൻ്റെ അച്ഛൻ, അമ്മ, കുഞ്ഞുപെങ്ങൾ എല്ലാം ഒരു നിമിഷം അയാൾ ഓർത്തു. പ്രഭു സാവധാനം സിംഹാസനതുല്യമായ ആ കസേരയിൽ ഇരുന്നയുടനെ അവിടെയുണ്ടായിരുന്ന ശിങ്കൻ്റെ ആൾക്കാരെല്ലാം ആയുധം താഴെ വെച്ച് തല കുനിച്ചു നിന്നു. തങ്കവേരുവും മാരിയപ്പനും ശിങ്കനെയും തോമസിനെയും അവിടെ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. കാബറെ കഴിഞ്ഞ് വൈദേഹി തൻ്റെ മുറിയിലെത്തിയപ്പോൾ രാത്രി 12:30. നന്നേ ക്ഷീണമുണ്ടായിരുന്നു അവൾക്ക്. ടേബിളിൽ അടച്ചു വെച്ചിരുന്ന ഭക്ഷണം കസേര വലിച്ചിരുന്നിട്ട് അടപ്പ് മാറ്റിയതും ഡോർബെൽ ശബ്ദിച്ചു. അവർ അസ്വസ്ഥതയോടെ വാതിൽക്കിലേക്ക് നോക്കി. നിർത്താതെ ബെൽ ശബ്ദിക്കുകയാണ്. ശല്യം പിറുപിറുത്തുകൊണ്ട് വാതിൽക്കിലെത്തി. ഓടാമ്പൽ മാറ്റിയതും ശക്തമായി വാതിൽ അവളിൽ വന്നിടിച്ചു. വൈദേഹി പിന്നാക്കം തെറിച്ചു വീണു. അവളിൽ നിന്നൊരു വിലാപം ഉണ്ടായി. അടുത്ത സെക്കൻഡിൽ 4 പേർ മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ കൊലയാളികളാണെന്ന് അവർക്ക് തോന്നി. ആരാ? വൈദേഹിയുടെ ശബ്ദം വിറച്ചു. അവർ മറുപടി പറഞ്ഞില്ല. പകരം അവളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അവർ എന്തോ ചവയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ കാട്ടുപോത്തിൻ്റെ ഭാവം. ഒരാൾ പുറംകാൽ കൊണ്ട് തട്ടി വാതിലടച്ചു. നിങ്ങൾക്ക് എന്ത് വേണം? അവൾ ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു. നിന്നെ. ഒരാൾ അവൾക്ക് നേരെ കൈ ചൂണ്ടി. പുറത്ത് പോകുന്നതാണ് നല്ലത്. അവൾ ചാടി എണീറ്റു. ഞാൻ ബഹളമുണ്ടാക്കും. ഏറ്റവും മുന്നിൽ നിന്നയാൾ അവളുടെ അടുത്തേക്ക് ചൂടുകൾ വെച്ചു. വൈദേഹി പിന്നിലേക്ക് മാറി. മേശയുടെ അരികിലാണ് എത്തിയത്. അപ്പോഴേക്കും അയാൾ തൊട്ടടുത്തെത്തിയിരുന്നു. പിന്നെ വേഗത്തിൽ അവളുടെ പിൻകഴുത്തിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് അടുപ്പിക്കുകയും ആ അധരങ്ങളിൽ അമർത്തി കടിക്കുകയും ചെയ്തു. ഹാ! വൈദേഹി പൊളഞ്ഞുപോയി. ശബ്ദം പുറത്തു വന്നില്ല. അയാൾ പിടിവിട്ടപ്പോൾ അവളുടെ ചുണ്ടിൽ നിന്നും ചോരയൊഴുകി. ഇത് തുടക്കമേ ആയിട്ടുള്ളൂ. ഇനി നിനക്ക് ശരീരം വേദനിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം തരണം. അവൾ മിണ്ടിയില്ല. ടെൽമി, അശ്വതിയും മോഹനും എവിടെയാണെന്ന് നിനക്കറിയാം? അതിങ്ങ് പറഞ്ഞു തന്നേര്. വൈദേഹിയുടെ നട്ടലിൽ ഒരു തരിപ്പുണ്ടായി. രക്ഷപ്പെടാനെന്നോണം അവൾ ചുറ്റും നോക്കി. ഞങ്ങൾക്ക് ഉത്തരം തരാതെ രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കേണ്ട. നിങ്ങളാരാണ്? വൈദേഹിയുടെ ശബ്ദം വിറച്ചു. അതറിഞ്ഞുകൊണ്ട് നിനക്ക് പ്രയോജനമൊന്നുമില്ലടി. നീ പുലികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവളിൽ ശക്തമായ നടുക്കം. ശിങ്കൻ ഞങ്ങളുടെ ആളായിരുന്നു. അയാളെ ഒന്നുമല്ലാതാക്കിയിട്ട് തമിഴ്നാട് അധോലോകത്ത് പുതിയ രാജാവിനെ അവർ വാഴിച്ചു. നേരം പുലരും മുമ്പ് അശ്വതിയും മോഹനും ഭൂമിയിൽ ഉണ്ടാവില്ല. വേഗം പറയ്, എവിടെയാണവർ? എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞതും അവൾ മേശപ്പുറത്തിരുന്ന ഭക്ഷണപാത്രങ്ങളെടുത്ത് അവരുടെ നേർക്ക് എറിഞ്ഞു. അവരുടെ ശ്രദ്ധ ഒരു നിമിഷം പതറിയതും പുറത്തേക്ക് കുതിച്ചു. വാതിൽ വലിച്ചു തുറന്ന് ഇടനാഴിയിൽ ചാടിയപ്പോഴേക്കും അവരും പിന്നാലെ എത്തി. അവൾ തെക്കോട്ടോടി. ലിഫ്റ്റിനടുത്തെത്തിയപ്പോൾ അത് താഴേക്ക് പോയിരിക്കുകയാണ്. കോണിപ്പടികൾക്കടുത്തേക്ക് ചെന്നപ്പോൾ താഴെ നിന്നും ചിലർ കയറി വരുന്നു. അവർ മുകളിലേക്ക് ഓടി. 3 നിലകൾ കൂടി പിന്നിട്ടു. അവസാനം ചെന്നെത്തിയത് ആ കൂറ്റൻ കെട്ടിടത്തിൻ്റെ ടെറസിൽ. പിന്നാലെ എത്തിയ അവർ അവളെ കടന്നു പിടിച്ചു. രക്ഷപ്പെടുവാൻ മാർഗമില്ലാതെ വൈദേഹി കുതറി. ആ ശ്രമത്തിൽ ടെറസിൽ നിന്ന് അവളുടെ കാലിൽ വഴുതി ശൂന്യതയിലേക്ക്, അതിദ്രുതം താഴേക്ക്. ശിഖൻ്റെ താവളത്തിൽ നിന്നും തിരികെ എത്തിയ അശ്വതിയും മോഹനും തങ്ങളുടെ വാടക വീട്ടിൽ കയറി വാതിലടയ്ക്കുന്നത് 2 കണ്ണുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മണിവേലിൻ്റെ വീട്ടിലെ ഒരു ജനാലയ്ക്ക് പിന്നിലായിരുന്നു ആ മനുഷ്യൻ. മണിവേലു ആ മുറിയിലേക്ക് കയറി വന്നു. അവർ എത്തിയോ? ദാ ഇപ്പോൾ വന്നതേയുള്ളൂ. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ അവർ അപകടകാരികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർത്തങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. കേരളത്തിലെ 2 പ്രഗത്ഭ ക്രിമിനലുകളായ അശ്വതിയും മോഹനുമാണിതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മാസം ഇവർ ഗോവയിലുണ്ടായിരുന്നു. പോപ്സൺ അൽമാവയ്ക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കി. അതുപോലെ അയാളുടെ ശക്തരായ അനുയായികളെ നിഷ്കരണം വധിച്ചു. ആ സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവരെ നമുക്ക് വിശദമായി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. വരട്ടെ, ആ പെണ്ണ് ഒരു സുന്ദരിയാണ്. ഞാനും ശ്രദ്ധിച്ചു. ഈ സമയം അശ്വതിയും മോഹനും. ഇനി ഇവിടെ കഴിയുന്നത് അപകടമാണെന്ന് എനിക്ക് തോന്നുന്നത്, അശ്വതി പറഞ്ഞു. അതേ അഭിപ്രായമായിരുന്നു മോഹനും. അവർക്ക് രഹസ്യമായി താമസിക്കുവാൻ മറ്റൊരിടം മാരിയപ്പൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞു. ഇടയ്ക്കിടെ വീശുന്ന കാറ്റിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. മണിവേലുവിൻ്റെ സൂര്യകാന്തി തോട്ടത്തിൽ നിന്നും ഇപ്പോഴും ചോരയുടെ ഗന്ധം വിട്ടുമാറിയിട്ടില്ല. നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് 5 ബൈക്കുകളുടെ ശബ്ദം. റോഡിലൂടെ പൊടി പറത്തിക്കൊണ്ട് അവ പാഞ്ഞു വന്നു. 5 ബുള്ളറ്റുകൾ. 2 പേർ വീതം ഉണ്ടായിരുന്നു അതിൽ. അശ്വതിയും മോഹനും താമസിക്കുന്ന വീടിന് മുന്നിൽ അവ നിന്നു. നേതാവെന്ന് തോന്നിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രൻ ബൈക്ക് റേസ് ചെയ്ത് ശബ്ദമുണ്ടാക്കി. ഏവരുടെയും ശ്രദ്ധ വാതിക്കലാണ്. ആരും വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നേതാവ് ബൈക്ക് തിരിച്ചു. ഒപ്പം മറ്റുള്ളവരും. ബൈക്കുകൾ കുറേ അകലേക്ക് മാറ്റിയപ്പോൾ പിന്നിലിരുന്നവരുടെ കയ്യിൽ ഓരോ ബോംബുകൾ പ്രത്യക്ഷപ്പെട്ടു. പിൻകടിച്ചൂരി ആ വീടിന് നേരെ എറിഞ്ഞിട്ട് അവർ വന്ന വഴിയെ അകന്നു പോയപ്പോൾ പിന്നിൽ അത്യുഗ്ര സ്ഫോടനം. ആ വീട് നിന്ന ഭാഗത്ത് ആകാശമുട്ടെ ഒരു വലിയ തീക്കട്ട ഉയർന്നു. പിന്നെ പുകയായി മാറി. മണിവേലുവിൻ്റെ ജനാലയ്ക്കിൽ കാത്തിരുന്നവർ ഹൃദയം പറിച്ചെടുക്കപ്പെട്ടവനെ പോലെ തളർന്നു.
തൻ്റെ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു. തന്നെ നിയോഗിച്ചവരോട് താൻ ഇനി എന്തു പറയും? ബൈക്കിൽ വന്നവർ ആരാണെന്ന് അയാൾക്കും മനസ്സിലായിരുന്നില്ല. കടവുളെ, ആകെ തുലച്ചല്ലോ. മണിവേലു പരിഭ്രമത്തോടെ തകർന്ന വീടിന് നേരെ ഓടി. തൻ്റെ എത്ര ലക്ഷം രൂപയുടെ സാധനങ്ങളായിരുന്നു ആ വീടിൻ്റെ തറയിൽ കുഴിച്ചിട്ടിരുന്നതെന്ന് അയാൾക്ക് പോലും വ്യക്തമായി അറിഞ്ഞുകൂടായിരുന്നു. അവിടുത്തെ കാഴ്ച കണ്ടപ്പോൾ മണിവേലു തകർന്ന മനസ്സോടെ മണ്ണിൽ കുഴഞ്ഞു വീണു. വീട് നിന്ന ഭാഗത്ത് ഒരു കുഴി മാത്രം. എന്നാൽ കുറേ അകലെ ഒരു മരത്തിന് മറഞ്ഞു നിന്ന് ഇതൊക്കെ കാണുകയായിരുന്നു അശ്വതിയും മോഹനും. തൽക്കാലം മണിവേലു നമ്മളെ കാണണ്ട, മോഹൻ പറഞ്ഞു. നമ്മൾ മരിച്ചുവെന്ന് തന്നെ അവരൊക്കെ കരുതട്ടെ. ശ്രീവള്ളിപുത്തൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സ്വീകരിക്കാൻ അണിഞ്ഞൊരുങ്ങുകയാണ് അവിടം. ദിവസങ്ങളോളമായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അവിടെ വേദിയൊരുക്കുന്നു. റോഡിൽ വന്നിറങ്ങുന്ന ആഭ്യന്തരമന്ത്രിയെ 50 മീറ്ററോളം നടത്തിയാണ് വേദിയിലെത്തിക്കുന്നത്. നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിമാർക്ക് പുലി ഭീഷണിയുള്ളതിനാൽ ജാഗ്രതയോടെ നിന്നേ പറ്റുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് നിൽക്കാനുള്ള ഭാഗം നിശ്ചിത അകലത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന പത്രങ്ങളുടെയെല്ലാം ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും ദിവസേന അവിടെ എത്താറുണ്ട്. ഒരു ചൊവ്വാഴ്ച ശ്രീവള്ളപുത്തൂരിലെ സ്വീകരണ സ്ഥലത്ത് വെളുത്ത അംബാസഡർ കാർ വന്നു നിന്നു. അതിൽ നിന്നും ഇരുനിറക്കാരിയായ ഒരു യുവതിയും കണ്ണട ധരിച്ച യുവാവും ഇറങ്ങി. സൽവാർ കമ്മീസാണ് യുവതിയുടെ വേഷം, യുവാവിൻ്റേത് കുർത്തയും. ഇരുവരും കണ്ണട ധരിച്ചിട്ടുണ്ട്. യുവാവിൻ്റെ തോളിൽ ക്യാമറയും യുവതിയുടെ കയ്യിൽ പാടും പേനയും ഉണ്ടായിരുന്നു. അവരും പത്രപ്രതിനിധികളാണെന്ന് വ്യക്തം. യുവാവ് മന്ത്രി വന്നിരിക്കുന്ന ഭാഗത്തിൻ്റെയും വേദിയുടെയുമെല്ലാം ചിത്രങ്ങളെടുത്തു. ആ നേരത്തെ യുവതി സബ് ഇൻസ്പെക്ടറുടെ അരികിലെത്തി. സാർ, ഇവിടെ വെച്ച് യോഗം നടത്തരുതെന്ന് പുലികൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണോ? അയാൾ അവളെ കടുപ്പിച്ചെന്ന് നോക്കി. പുലിയല്ല, കടുവ പറഞ്ഞാലും ഇവിടെ വെച്ച് യോഗം നടത്തും. അവൾ മെല്ലെ ചിരിച്ചു. അതല്ല സാർ, ഇത്തരമൊരു സാഹചര്യത്തിൽ. ഏതു സാഹചര്യം? ഇവിടെ സാഹചര്യത്തിനൊന്നും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ പത്രക്കാർ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. ആഭ്യന്തരമന്ത്രിക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ? ഇൻസ്പെക്ടറെ നെറ്റി ചുളിഞ്ഞു. നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെട്ട് തലപ്പുണ്ടാക്കേണ്ട. യുവതി പിൻവാങ്ങി. അപ്പോഴേക്കും യുവാവും കാറിനരികിൽ എത്തിയിരുന്നു. ഇരുവരും കയറി കാർ പാഞ്ഞുപോയി. പോപ്സൺ, അലിമാബായും ജോൺസണും പുലികളുടെ നേതാവും ഒരു മുറിയിൽ. വളരെ പതിഞ്ഞ മട്ടിലാണ് അവരുടെ സംസാരം. ചെന്തമിഴാണ് അവർ ഉപയോഗിക്കുന്നത്. സംഗതി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല, പോപ്സൺ പുലികളുടെ നേതാവിനോട് പറഞ്ഞു. അതുമതി, എല്ലാ കാര്യങ്ങൾക്കും അവരെ ഒന്ന് സഹായിക്കുക. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഇനിയുള്ള 4 ദിവസങ്ങളാണ് ഏറെ പ്രധാനം. ഇൻ്റർകോം ശബ്ദിച്ചു. നേതാവ് അറ്റൻഡ് ചെയ്തു. യെസ്, കമോൺ. പിന്നെ തിരിഞ്ഞ് പോപ്സനെ നോക്കി. അവർ എത്തിക്കഴിഞ്ഞു. അടുത്ത സമയത്ത് വാതിൽ മെല്ലെ തുറക്കപ്പെട്ടു. നേരത്തെ ശ്രീവള്ളിപുത്തൂരിലെത്തിയ യുവാവും യുവതിയും കടന്നു വന്നു. ഇരിക്കാൻ അവർക്ക് അഭിമുഖമായി ആകുതരം ഇരുന്നു. പോപ്സന് അവരെ പരിചയപ്പെടുത്തി കൊടുത്തതും നേതാവ് തന്നെയാണ്. ഇവർ ശിവരംഗനും മീനുവും നമ്മുടെ ദൗത്യത്തിൻ്റെ പ്രധാനികളാണ്. അവർ പരസ്പരം അഭിവാദനം ചെയ്തു. അനന്തരം പോപ്സനെയും മറ്റും അവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അശ്വതിയും മോഹനും വനത്തിലൂടെ നടക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി അവർ വനത്തിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഗുഹയിലായിരുന്നു. ഗുഹയെന്ന് പറഞ്ഞാൽ അത്യന്താധുനികമായ എല്ലാ ഉപകരണങ്ങളും അവിടെയുണ്ട്. ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാം. ശെൽവപ്രഭുവിൻ്റെ അച്ഛൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഗുഹയാണത്. മാരിയപ്പനും തങ്കവേലുമാണ് അവരെ അവിടെ എത്തിച്ചത്. ഒരാഴ്ചക്കുള്ളിൽ ഏത് സമയത്തും പോപ്സനെയും ജോൺസണെയും കാട്ടിക്കൊടുക്കാമെന്ന് മണിവേലു അവർക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അവർ നദിക്കരയിലുള്ള പാറപ്പുറത്ത് മലർന്നു കിടന്നു. ഇളം ചൂടേയുള്ളൂ. ചുറ്റും കുറ്റിക്കാടുകളായതിനാൽ ആരും അവരെ കാണുകയുമില്ല. കണ്ണീർ പോലെ തെളിഞ്ഞ ജലം. ഒന്ന് കുളിച്ചാലും മോഹൻ? അശ്വതി തിരക്കി. വേണ്ട, പെട്ടെന്നായിരുന്നു മറുപടി. ഞാൻ കുളിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അത് തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞതും. മര്യാദയ്ക്ക് അവിടെ കിടന്നാൽ മതി. ഇവിടെ എങ്ങും ആരും വരില്ലെന്നേ. അശ്വതി പറഞ്ഞു നിർത്തിയതേയുള്ളൂ. പൊടുന്നനെ നദിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. മോഹൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ അശ്വതി കുറ്റബോധത്തോടെ തല കുനിച്ചു. പിന്നെ ഇരുവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഉറ്റുനോക്കുവാൻ തുടങ്ങി. നദിയിലൂടെ കുറേ ചങ്ങാടങ്ങൾ വരുന്നതാണ് കണ്ടത്. അവർക്ക് ഒന്നും പിടികിട്ടിയില്ല. എന്നാൽ കുറേ കൂടി അടുത്തപ്പോൾ അശ്വതി പുലമ്പി. ചന്ദ്രപ്പൻ. മോഹൻ ശക്തമായി ഒന്ന് നടുങ്ങി. ഏറ്റവും മുന്നിലെ ചങ്ങാടത്തിൽ യന്ത്രത്തോക്കുമായി ചന്ദ്രപ്പൻ. അയാളുടെ പിന്നിലായി 11 ചങ്ങാടങ്ങൾ കൂടിയുണ്ട്. ഇവയെല്ലാം കൂടി എവിടേക്ക് പോവുകയാകും? അശ്വതി ചിന്തിച്ചു. മണ്ടി, ആ ചങ്ങാടങ്ങൾ എന്താണെന്ന് നീ കരുതിയത്? അശ്വതിയുടെ തലച്ചോറിൽ വെളിച്ചം പരന്നു. ചന്ദനമായിരിക്കും. എൻ്റെ അമ്മോ, എത്ര കോടി രൂപയുടെ കാണും ഇത്? പെട്ടെന്ന് അശ്വതി റിവോൾവർ എടുത്തു. ഇയാളെ അങ്ങ് തട്ടിയാലോ? ബുദ്ധിമോശം നിൻ്റെ കൂടപ്പുറപ്പാണ്. ആനയെ കല്ലുകൊണ്ട് വീഴ്ത്താമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? മർമ്മത്തിനാണ് കല്ല് കൊള്ളുന്നതെങ്കിൽ വീണെന്നിരിക്കും. അവൾ തിരിച്ചടിച്ചു. നീ മേടിക്കും. ചങ്ങാടങ്ങൾ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ അവർ എണീറ്റു. തങ്ങളുടെ താവളത്തിലേക്ക് തിരിച്ചു പോവുകയായിരിക്കും ഉദ്ദേശ്യം. 10 മിനിറ്റ് നടന്നു കാണും. പൊടുന്നനെ കാടിനെ നടക്കുന്ന ഒരു സ്ഫോടന ശബ്ദം കേട്ട് ഇരുവരും നടുങ്ങി. എന്താണ് ഉണ്ടായതെന്ന് അശ്വതിക്ക് മോഹനും വ്യക്തമായില്ല. ഇരുവരും അമ്പരപ്പോടെ സ്ഫോടനം കേട്ട ഭാഗത്തേക്ക് നോക്കി. ചില കാട്ടുമൃഗങ്ങൾ ഭയത്തോടെ ഓടിയകലെന്ന് കണ്ടു.
അകലെ എവിടെയോ ഒരു ഒറ്റയാൻ്റെ ചിഹ്നം വിളി. അതാ. അശ്വതി കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് മോഹൻ നോക്കി. വൃക്ഷങ്ങൾക്ക് മുകളിലൂടെ കറുത്ത പുക ആകാശത്തിലേക്ക് ഉയരുന്നു. കമോൺ, അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അശ്വതി അവിടേക്ക് കുതിച്ചു കഴിഞ്ഞു. പിന്നാലെ മോഹനും എത്തി. ഉദ്ദേശം 100 മീറ്ററോളം അപ്പുറത്ത് മരങ്ങൾക്കിടയിൽ ഒരു ചെറിയ ടെൻറ്റ് ഉയർന്നിരിക്കുന്നു. അശ്വതിയും മോഹനും ഒരു കൂറ്റൻ തേക്കുമരത്തിന് പിന്നിൽ നിന്ന് ശ്രദ്ധിച്ചു. ടെൻറ്റിന് മുന്നിൽ 4-5 പേർ നിൽക്കുന്നു. അവരുടെ സമീപം തകർന്നു കിടക്കുന്ന പ്രതിമ. അതിൻ്റെ അരയ്ക്ക് താഴെയുള്ള ഭാഗം മാത്രം അവിടെ നിൽക്കുന്നു. അവർ മുഖാമുഖം നോക്കി. ഇവർ പുലികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അശ്വതി അടക്കം പറഞ്ഞു. ഏതോ ഓപ്പറേഷനുള്ള പ്രാക്ടീസ് നടത്തുകയാവും. അത് ശരിയാണെന്ന് മോഹനും തോന്നി. അവർ ടെൻറ്റിനുള്ളിലേക്ക് കയറിപ്പോയി. നമുക്ക് പോകാം, മോഹൻ പറഞ്ഞു. ഇതൊന്നും നമ്മെ ബാധിക്കുന്ന പ്രശ്നമേയല്ല. ഇരുവരും അവിടെ നിന്നും പിൻവാങ്ങി. ശ്രീവള്ളിപുത്തൂർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ അവിടെ ശക്തമായ പോലീസ് കാവലുണ്ട്. മന്ത്രിയെ വധിക്കാമെന്നുള്ള ഭീഷണി തന്നെ കാരണം. പത്ര റിപ്പോർട്ടർ എന്ന വ്യാജന ശിവരംഗനും മീനുവും പലതവണ അവിടെ ചുറ്റിക്കറങ്ങി. അതിനിടെ അവർ ഒരാളെ പരിചയപ്പെട്ടു. വീഡിയോ ക്യാമറക്കാരൻ ഹരിലാൽ. മീനു ഹരിലാലുമായി വളരെ വേഗം അടുത്തു. ശിവരംഗൻ കൂടെയില്ലാതിരുന്ന ഒരവസരത്തിൽ അവളും അയാളും കൂടി ഒരു ഹോട്ടൽ മുറിയിൽ തങ്ങി പരസ്പരം അടുത്തറിഞ്ഞു. ആഭ്യന്തരമന്ത്രി സ്ഥലത്തെത്തുന്ന ദിവസത്തെ എല്ലാ ചടങ്ങുകളും വീഡിയോ ക്യാമറയിൽ പകർത്തുവാൻ മീനു ഹരിലാലിനെ പ്രലോഭിപ്പിച്ചു. അയാൾ അതിന് സമ്മതം മൂളുകയും ചെയ്തു. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇലക്ഷൻ പ്രചാരണാർത്ഥം ഇവിടെ വരുന്നുണ്ട്. എൻ്റെ ബലമായ സംശയം പുലികൾ അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള പഴുതുകൾ തേടുകയാണെന്നാണ്. തങ്ങൾ വെടിവെച്ചു കൊന്ന് കാട്ടുമുയലിൻ്റെ തോൽ പൊളിക്കുന്നതിനിടയിൽ അശ്വതി തലയിളക്കി. മോഹൻ ഗുഹയ്ക്കുള്ളിൽ തീ കൂട്ടുകയായിരുന്നു. നമ്മൾ വെറുതെ എന്തിനാണ് ഓരോന്ന് ആലോചിച്ച് തലപ്പുണ്ണാക്കുന്നത്? മോഹൻ തീയുടെ മുകളിൽ ഒരു കമ്പി കുറുകെ വച്ച് കെട്ടി. തോൽ പൊളിച്ച മുയലിനെ അശ്വതി ആ കമ്പിയിൽ കെട്ടിത്തൂക്കി. തീ അതിനെ നക്കി തുടച്ചുകൊണ്ടിരുന്നു. ചോര കരിയുന്ന ഗന്ധം. അല്പം കഴിഞ്ഞപ്പോൾ മാംസം വേകാൻ തുടങ്ങുന്നതിൻ്റെ മണം അവർക്ക് അനുഭവപ്പെട്ടു. മുളകും ഉപ്പും മസാലയും ഒന്നും ചേർക്കാത്ത അതിൻ്റെ മണം വളരെ ആസ്വാദികരമായിരുന്നു. ഇരുവർക്കും വായിൽ വെള്ളം മൂറി. ഗുഹയുടെ വാതിൽക്കൽ ചലനം. ഇരുവരുടെയും കൈകൾ അരയിലെ ബെൽറ്റിൽ ഉറപ്പിച്ചിരുന്ന റിവോൾവറുകളിലേക്ക് നീണ്ടു. തങ്കവേലുവും മാരിയപ്പനുമായിരുന്നു അത്. അവർ അകത്തേക്ക് വന്നു. നിങ്ങൾ ഞങ്ങളെ മറന്നിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്, അശ്വതി പറഞ്ഞപ്പോൾ ഇരുവരുടെയും മുഖത്ത് മ്ലാനതയുണ്ടായി. രക്ഷിക്കുന്നവരെ മറക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ. വാക്കുപാലിക്കുവാൻ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മോഹൻ്റെ കണ്ണുകളിൽ ജിജ്ഞാസ പടർന്നു. നാളെ ഞങ്ങൾക്ക് പോപ്സൺ അലിമാവോയോടും ജോൺസണോടും കണക്കു തീർക്കാം. അശ്വതിയുടെയും മോഹൻ്റെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. നാളെ എപ്പോൾ? സന്ധ്യ കഴിഞ്ഞ്. ഓക്കെ. മുയലിൻ്റെ ഇറച്ചി തിന്നതിന് ശേഷമാണ് തങ്കവേലുവും മാരിയപ്പനും മടങ്ങിപ്പോയത്. അടുത്ത ദിവസം തമിഴ്നാട് മുഴുവൻ കൊടിത്തോരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ഇലക്ഷൻ പ്രചരണാർത്ഥം കേന്ദ്രത്തിൽ നിന്നും എത്തുന്ന ഭഗവാൻ സിംഗിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് സീനിയർ നേതാക്കന്മാരെയെല്ലാം രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പോയിരിക്കുന്നു. 1001 കാറുകളാണ് സ്വീകരണത്തിന് പോയിരിക്കുന്നത്. രാവിലെ മുതൽ സംസ്ഥാനം ഉച്ചഭാഷണികളിൽ മുഖരിതമായിരിക്കുന്നു. മന്ത്രി കടന്നു പോകേണ്ട നിരത്തുകളിലെ വാഹന ഗതാഗതം വേറെ ഭാഗങ്ങളിലൂടെ തിരിച്ചുവിട്ടിരിക്കുന്നു. പ്രധാന ഭാഗങ്ങളിലൊക്കെ ഹെലികോപ്റ്ററിലാണ് യാത്ര. പ്രസംഗവേദികളൊക്കെ സജ്ജമാക്കിയിട്ടുള്ള ഭാഗങ്ങളിൽ തിരക്കു തുടങ്ങി. കഴിയുന്നത്ര അടുത്ത് മന്ത്രിയെ കാണണം. പ്രസ് റിപ്പോർട്ടേഴ്സിനായി ഒരുക്കിയ ഭാഗങ്ങളിൽ പോലീസ് നായ്ക്കൾ മണം പിടിച്ചു നടക്കുന്നു. ഓരോരുത്തരെയും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് സ്വീകരണ സ്ഥലത്തേക്ക് കടത്തിവിടുന്നത് തന്നെ. ശ്രീവള്ളിപുത്തൂർ. അവിടെ മന്ത്രി പ്രസംഗിക്കുന്ന സമയം കൊടുത്തിരിക്കുന്നത് വൈകിട്ട് 5 മണിയാണ്. 3 മണിക്ക് അവിടം ജനനിബിഡമായി കഴിഞ്ഞു. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അതിപ്രധാനമായ ഒരു ദിവസമാണ് അടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. കാരണം ചേരിപ്പോരും കുതികാൽ വെട്ടുകളുമൊക്കെ അവിടെ മൂർച്ഛിച്ചിരിക്കുന്നു. നിലവിലുള്ള ഗവൺമെൻറ്റിനോട് യോജിക്കുവാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും കണക്കുകൾ കൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ മന്ത്രി തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ ഉച്ച കഴിഞ്ഞ് 2 മണിയായി. അശ്വതിയും മോഹനും രാവിലെ തന്നെ തയ്യാറായി ഗുഹയിൽ കാത്തിരിക്കുകയാണ്. മാരിയപ്പനോ തങ്കവേലുവോ ആരെങ്കിലും ഒരാൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ടുപോകുവാൻ. ഇന്ന് ലക്ഷ്യം നിറവേറിയാൽ നാളെ രാവിലെ തന്നെ നമ്മൾ ബോംബെക്ക് തിരിക്കും. അശ്വതി മോഹനെ നോക്കി. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക്. മോഹന് ചിരി വന്നു. നീ എന്നെ രോഗിയാക്കിയേ അടങ്ങൂ എന്നാണോ? അതല്ല, മോഹൻ്റെ വലത് കണ്ണ് കാണുമ്പോൾ എൻ്റെ മനസ്സാണ് മുറിയുന്നത്. സാരമില്ലടി, നമുക്ക് നേരെയാക്കാം. അകലെ നിന്നും ഒരാൾ നടന്നെടുക്കുന്നത് അവർ കണ്ടു. മാരിയപ്പനാണെന്ന് തോന്നുന്നു. അവരുടെ ഊഹം ശരിയായിരുന്നു. അയാൾ അടുത്തെത്തി. 2 പേരും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായോ? അവർ ശിരസിളക്കി. പുറപ്പെട്ട് കളയാം. ഓക്കെ. മൂവരും 2 കിലോമീറ്ററിലധികം വനത്തിലൂടെ നടന്നു. അപ്പോൾ വൃക്ഷച്ചുവട്ടിൽ കിടക്കുന്ന ജീപ്പ് കണ്ടു. കയറിക്കോളൂ, മാരിയപ്പൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നിട്ട് പറഞ്ഞു. അവർ കയറി. ഉരുളം കല്ലുകൾക്കും ചെറിയ കുറ്റിച്ചെടികൾക്കും ഇടയിലൂടെ ജീപ്പ് നീങ്ങി. ആദ്യമായാണ് അതുവഴി വാഹനം പോകുന്നതെന്ന് അശ്വതിക്ക് തോന്നി. കാരണം അവിടെ റോഡിലായിരുന്നു. വെറും നിലത്തുകൂടിയാണ് ആ യാത്ര. പലപ്പോഴും തെറിച്ചു പോകാതിരിക്കുവാൻ അവൾക്ക് പണിപ്പെടേണ്ടി വന്നു.
ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ മാരിയപ്പൻ വിദഗ്ധനാണെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അവർക്ക് ബോധ്യമായി. വനം കടന്ന് ജീപ്പ് ഗ്രാമപാതയിലെത്തി. ടാർ ചെയ്യാത്ത പൊടിപടലങ്ങൾ നിറഞ്ഞ പാത. അശ്വതി കർച്ചിഫെടുത്ത് മുഖം പൊത്തി. രാത്രിയായി കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് രാവിലെ തിരിച്ചു പോകേണ്ടതുണ്ട്. അതിനാൽ ഇന്ന് തന്നെ തമിഴ്നാട്ടിലെ പ്രചാരണ പരിപാടികളിൽ അവസാനിപ്പിക്കുവാനാണ് തീരുമാനം. ഇതിനിടെ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ കേടായത് കാരണം ശ്രീവള്ളിപുത്തൂരിലെ പ്രചാരണ പരിപാടികളിൽ വേണ്ടെന്ന് വച്ചാലോ എന്ന ചിന്തയിലായി പാർട്ടി പ്രസിഡന്റും മറ്റും. അപ്പോൾ അവിടെ മത്സരിക്കുന്ന മുൻമന്ത്രി മുന്നോട്ട് വന്നു. ഭഗവാൻജി, അങ്ങനെ പറയരുത്. താങ്കൾ അവിടെ വന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാകും. അതുകൊണ്ട് കാർ മാർഗമാണെങ്കിലും പോയേ പറ്റൂ. 3 മണി മുതൽ ജനങ്ങൾ അങ്ങയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. മന്ത്രി DGPയെ നോക്കി. അദ്ദേഹവും ധർമ്മസങ്കടത്തിലാണ്. രാത്രിയിൽ മന്ത്രി അവിടെ പ്രസംഗിക്കുന്നതിനോട് DGPക്കും അഭിപ്രായമില്ല. ഹെലികോപ്റ്റർ അരമണിക്കൂറിനുള്ളിൽ ശരിയാകുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കളയാം. ആഭ്യന്തരമന്ത്രി മുൻമന്ത്രിക്ക് ഉറപ്പ് കൊടുത്തു. ഈ സമയത്ത് അശ്വതിയും മോഹനും മാരിയപ്പനും ഒരു മാവിൻ തോട്ടിനരികിൽ ജീപ്പ് നിർത്തി. ഉടൻ ഒരാൾ അവിടെ എത്തി. തങ്കവേലു. അവർ അവിടെ തന്നെ ഉണ്ടല്ലോ? മാരിയപ്പൻ തിരക്കി. ഉണ്ട്. കൂടെയുണ്ടായിരുന്ന സ്ത്രീയും പുരുഷനും മാത്രം 1 മണിക്കൂർ മുമ്പ് പുറത്തുപോയി. എല്ലാവരും ജീപ്പിൽ നിന്നിറങ്ങി മാവിൻ തോട്ടത്തിൽ കിടന്നു. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന മാന്തോപ്പായിരുന്നു അത്. വർഷത്തിൽ ലക്ഷങ്ങളുടെ മാങ്ങയാണ് അവിടെ നിന്നും കേരളത്തിലേക്ക് കയറ്റി അയക്കുന്നത്. തോട്ടത്തിൻ്റെ നടുക്ക് സാമാന്യം നല്ലൊരു കെട്ടിടം. തോട്ടം സൂക്ഷിപ്പുകാരന് താമസിക്കുവാനും മറ്റുള്ളത്. അവിടെ പോപ്സൺ അലിമാവയും ജോൺസണും തങ്ങിയത് എന്തിനാണെന്ന് അശ്വതിക്ക് മോഹനും പിടികിട്ടിയില്ല. അവർ കെട്ടിടത്തോടടുത്തു. അകത്ത് വെളിച്ചം കാണാനുണ്ട്. ഒരു ജനാല തുറന്നു കിടക്കുന്നു. ഫാൻ കറങ്ങുന്നത് അകലെ നിന്നേ കാണാം. ജനാലയ്ക്കലേക്ക് പോകേണ്ട, ചിലപ്പോൾ അപകടമായേക്കും. തങ്കവേലു മുന്നറിയിപ്പ് നൽകി. പുറത്തു പോയാൽ വാതിൽ പുറത്തു നിന്നാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. ഉടനെ മൂവരും വാതിൽക്കിലേക്ക് നീങ്ങി. മാരിയപ്പൻ പരിസരം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. വാതിൽ പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. തങ്കവേലു കീശയിൽ നിന്നും ഒരു താക്കോൽ കൂട്ടമെടുത്തു. അവ മാറി മാറി താളിനുള്ളിലേക്ക് കടത്തി. 3 മിനിറ്റ് കൊണ്ട് അവർ വാതിൽ തുറന്നു അകത്ത് കയറി. അശ്വതിയും മോഹനും റിവോൾവറുകൾ എടുത്ത് കയ്യിൽ പിടിച്ചു. തങ്കവേലുവിൻ്റെ തോളിൽ യന്ത്രത്തോക്ക് തൂങ്ങിക്കിടപ്പുണ്ട്. 2-3 മുറികൾക്കപ്പുറത്തായിരുന്നു വെളിച്ചമുണ്ടായിരുന്നത്. മർജാരപാദങ്ങളോടെ അവർ അവിടേക്ക് നീങ്ങി. വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. ആരോ തമിഴിൽ സംസാരിക്കുന്നത് കേൾക്കാം. ഒരു നിമിഷം വാതിൽക്കൽ കാത്തു നിന്നിട്ട് അശ്വതി റിവോൾവറിൻ്റെ ബാരൽ കൊണ്ട് മെല്ലെ വാതിൽ തള്ളി നോക്കി. അത് അല്പം തുറക്കപ്പെട്ടു. വിടവിലൂടെ ഒരു വെടിയുണ്ട പാഞ്ഞു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചെങ്കിലും ഉണ്ടായില്ല. മോഹൻ ഒറ്റ കണ്ണുകൊണ്ട് വിടവിലൂടെ എത്തി നോക്കി. ആ! അറിയാതൊരു ശബ്ദം മോഹൻ്റെ കണ്ടത്തിൽ നിന്ന് ഉയർന്നു. ഒപ്പം അയാൾ വാതിൽ തള്ളി തുറന്നു. അകത്തെ മുറിയിലേക്ക് ഉറ്റുനോക്കിയ അശ്വതിയും തങ്കവേലുവും ആ കാഴ്ച കണ്ട് കുടം കൊണ്ട് ശിരസിനൊരു പ്രഹരമേറ്റതുപോലെ നിന്നുപോയി. കഥ തുടരും.